ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 21 ആര്യനൊപ്പം 5 സ്റ്റാർ ഹോട്ടലിലാണ് പോകുന്നതെന്ന് അറിയാമായിരുന്നെങ്കിലും അവിടെ ഇങ്ങനെ ഗംഭീരമായൊരു സ്വീകരണമൊന്നും അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ആര്യനും ഹാപ്പിയായി. ഹോട്ടലിലെ മാനേജർ ആര്യനെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് മുൻപേ ഒരുക്കി വെച്ചിരുന്ന സീറ്റിലേക്ക് അവനെ ഇരുത്തി. അവിടുത്തെ പ്രഗത്ഭരായ പാചകക്കാർ തന്നെ ആര്യന് വേണ്ടുന്ന വിഭവങ്ങൾ തയ്യാറാക്കി മേശമേൽ ഒന്നൊന്നായി നിരത്തി. ഇതൊക്കെ കണ്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു കൂടെയുള്ളവർ. എടാ, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്തോരം ഫുഡാ! എവിടുന്നാ ഇതിപ്പോ തുടങ്ങുക? നീരവ് അതിശയം മറച്ചു വെക്കാതെ നിരത്തി വെച്ച ഭക്ഷണത്തിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. ആര്യന്റെ അടുത്തായിരുന്ന ജാൻവിക്കും ഉണ്ടായിരുന്നു ഒരു പേടി. അത് മനസ്സിലാക്കിയെന്നോണം ആരും കാണാതെ ആര്യൻ അവളുടെ കൈകളെ മേശയ്ക്കടിയിൽ വെച്ച് തന്റേതുമായി കൊരുത്തു. കയ്യിൽ ഒരു ഇളം ചൂട് തട്ടിയപ്പോൾ ജാൻവി അവനെ ഞെട്ടലോടെ നോക്കി. ആര്യൻ കണ്ണു ചിമ്മിയതും ജാൻവിയിലും എന്തോ ഒരു ആശ്വാസം നിറഞ്ഞു. എടാ, ടേബിൾ മാനേഴ്സ് ഒക്കെ വിട്ടേക്ക്. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ എടുത്തു കഴിച്ചോ. ഇന്ന് നിന്റെ ദിവസാ. ഇന്നെന്നല്ല, ഇനി എന്നേക്കും. എനിക്കുള്ളതെല്ലാം നിന്റെയും കൂടിയാ. നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്നതൊന്നും എനിക്ക് നേടാൻ പറ്റില്ലായിരുന്നു. അത്രയും വർഷം ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. എനിക്ക് ഫീസ് അടയ്ക്കാൻ നീ പല പണിക്കും പോയിട്ടില്ലേ? നീ അരപ്പട്ടിണി കിടന്നിട്ടാണെങ്കിലും എനിക്ക് ഭക്ഷണം കൊണ്ട് തരാറില്ലേ? ഇതിനൊക്കെ ഞാൻ എന്റെ ജീവിതം തന്നെ തന്നാലും മതിയാവില്ല. ആര്യൻ വികാരധീനായി. അത് കണ്ടതും നീരവിനും വിഷമം തോന്നി. പ്രണവും ശരത്തും മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. നീ എന്തൊക്കെയാടാ പറയുന്നേ? ഞാൻ എന്തോ വലിയ ലോകാത്ഭുതം ചെയ്ത പോലുണ്ടല്ലോ നിന്റെ സംസാരം കേൾക്കുമ്പോ. ഇന്നത്തെ കാലത്ത് ആരടാ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ നിൽക്കുക? പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞ ഒന്നുമില്ലാത്ത കൂട്ടുകാരെയൊക്കെ ആരാ ഓർക്കുക? നീ ഇപ്പോഴും എന്റെ കൂടെയില്ലേ? നിങ്ങളെപ്പോലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മുടെ കോളേജിൽ വേറെ കാണില്ല. എപ്പോഴും ഈ ബന്ധം അങ്ങനെ നിൽക്കട്ടെ. പ്രണവ് സന്തോഷത്തോടെ പറഞ്ഞു. വികാര നിർഭരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു അവിടം. ആര്യന്റെയും നീരവിന്റെയും സ്നേഹപ്രകടനങ്ങൾ കണ്ട് ശരത്തിന്റെയും പ്രണവിന്റെയും കണ്ണു നിറയുകയായിരുന്നു. ഈ സന്തോഷത്തിനിടയിൽ 2 കണ്ണുകൾ ആര്യനെ നോട്ടമിടുന്നുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന കത്തി അയാൾ പ്ലേറ്റിൽ മുട്ടി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആര്യനെ കൊല്ലാനുള്ള പകയായിരുന്നു അയാളുടെ കണ്ണിൽ. ആര്യനോടുള്ള പകയും ദേഷ്യവും അയാളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ ആര്യൻ കൂട്ടുകാരുമായി സംസാരത്തിലായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷം ആഘോഷമാക്കുന്ന തിരക്കിലായിരുന്നു അവരെല്ലാം. എടാ, ഈ ഹോട്ടല് കൊള്ളാം. ഇവിടെ റൂമൊക്കെ എങ്ങനെയാ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ശരത്ത് ചോദിച്ചു. നല്ലതാവും. ഒരു കാര്യം ചെയ്യാം. ഏതായാലും ഇന്നത്തെ ക്ലാസ് പോയില്ലേ, ഇന്ന് ഇവിടെ താമസിക്കാം. ആര്യൻ പറഞ്ഞത് കേട്ട് എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി. ഇവിടെ താമസിക്കാൻ പറ്റുമോ? കൊച്ചുകുട്ടിയെ പോലെ പൂജ ചോദിച്ചു. പിന്നില്ലാതെ, ഞാൻ ഇപ്പൊ തന്നെ VIP റൂം ബുക്ക് ചെയ്യാം. അതുകൂടി കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണു തള്ളിപ്പോയി. VIP റൂമിലോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? നീ ഇപ്പൊ തന്നെ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലേ? ഇനി മതി. നീരവ് പറഞ്ഞത് കേട്ട് നിറഞ്ഞ ചിരിയോടെ ആര്യൻ പറഞ്ഞു. എടാ, ആദ്യമായിട്ടല്ലേ ഞാൻ നിങ്ങളെയും കൊണ്ട് പുറത്തു വരുന്നതും എന്റെ കാശിന് എന്തേലും വാങ്ങിത്തരുന്നതും. അത് വേണ്ടെന്ന് പറയല്ലേ. എനിക്ക് നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. അത് കേട്ടപ്പോൾ പൂജയും പ്രണവും ശരത്തും ഒന്നുകൂടി സന്തോഷത്തിലായെങ്കിലും ജാൻവിയും നീരവും മാത്രം ഒന്നും മിണ്ടിയില്ല. അവർക്ക് അവൻ എന്തിന് ഇത്രമാത്രം ചെലവാക്കുന്നു എന്ന ചിന്തയായിരുന്നു. ആര്യൻ ചുറ്റും കണ്ണോടിച്ചപ്പോൾ ഹോട്ടലിന്റെ മാനേജരും മറ്റാളുകളും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ആര്യൻ എന്തെങ്കിലും ആവശ്യപ്പെടാൻ കാത്തു നിൽക്കുന്ന പോലെയായിരുന്നു. ആര്യൻ അവരോട് റൂമിന്റെ കാര്യം ആവശ്യപ്പെട്ടു. ഭക്ഷണം കഴിച്ചു തീരുമ്പോഴേക്കും റൂം റെഡിയാവുമെന്ന് അവർ ഉറപ്പ് കൊടുത്തു. മാനേജർ ബാക്കി ജീവനക്കാരോട് അവർ കഴിച്ചു കഴിയുമ്പോഴേക്കും റൂം ഒരുക്കാൻ പറഞ്ഞു. ആര്യന്റെ കൂട്ടുകാർക്ക് ആവേശം കൂടി. സന്തോഷം കാരണം കൊണ്ടുവച്ചിരുന്ന ഭക്ഷണം പോലും മുഴുവൻ കഴിക്കാതെ അവർ എഴുന്നേറ്റു. അവർ ഒരുമിച്ച് ഹോട്ടലിലെ 24ാം നിലയിലേക്ക് പോയി. അവിടെയാണ് അവർക്കുള്ള റൂം ഒരുക്കിയിരുന്നത്. റൂം കണ്ട എല്ലാവരും അന്തം വിട്ട് നോക്കി നിന്നു. ആര്യൻ പോലും. ഇത്രയും വലിയൊരു ഹോട്ടലിൽ ആദ്യമായി താമസിക്കാൻ പോകുന്നതിന്റെ സന്തോഷവും അന്താളിപ്പും എല്ലാവർക്കും ഉണ്ടായിരുന്നു. VIP റൂം പല ഭാഗങ്ങളായി തിരിച്ചിരുന്നു. ലിവിംഗ് റൂം, തിയേറ്റർ,
പിന്നെ വിശാലമായ അടുക്കളയും ബെഡ്റൂമുകളും ഒക്കെയായി. ബെഡ്റൂമിലെ ജനലിലൂടെ നോക്കിയാൽ കൊച്ചി നഗരം മുഴുവൻ കാണാം. എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കുകയായിരുന്നു. പൂജ ജാൻവിയെ ആവേശത്തോടെ തട്ടി വിളിച്ചു. എടി നോക്ക്, ഇവിടെ നിന്നാ ആ പാർക്ക് വരെ കാണാം. ഞാൻ വരണമെന്ന് കരുതിയ സ്ഥലമൊക്കെ ഇവിടെ നിന്നാ കാണാം. കാർണിവല് നടക്കുന്ന സ്ഥലവും ബ്രോഡ്വേയും ഒക്കെ. പൂജ നിർത്താതെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രണവിന്റെയും ശരത്തിന്റെയും സ്ഥിതിയും വിഭിന്നമായിരുന്നില്ല. എല്ലാവരും കൊച്ചുകുട്ടികളെ പോലെ ജനനരികിൽ നിന്ന് കാഴ്ച കാണുകയാണ്. ഓരോ കാഴ്ചയും അവർ പരസ്പരം കാണിച്ചു കൊടുക്കുകയാണ്. കൊച്ചുകുട്ടികളുടെ കൗതുകത്തോടെ അവർ ആ സമയം ആസ്വദിച്ചു. എല്ലായിടവും പൂക്കളാൽ അലങ്കരിച്ചിരുന്നു. ആര്യൻ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് കസേരയിൽ അമർന്നിരുന്നു. ആ വലിയ സിംഹാസനം പോലുള്ള കസേര മുൻപേ അവിടെ ഉണ്ടായിരുന്നതാണോ അതോ തനിക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവച്ചതാണോ എന്ന സംശയമായിരുന്നു ആര്യന്. അതിലിരിക്കാൻ എന്തോ ഒരു സുഖവും തോന്നിയിരുന്നു അവന്. പെട്ടെന്ന് റൂമിലെ ഫോൺ ബെല്ലടിച്ചു. ആര്യൻ എടുത്തപ്പോൾ മറുതലക്കിൽ മാനേജറായിരുന്നു. സർ, ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാം. മഞ്ഞുകാലമായതുകൊണ്ട് പൂളിലെ വെള്ളത്തിന്റെ ചൂടും കാര്യങ്ങളുമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്തു തരാം. മാത്രമല്ല ഗെയിംസ്, ജിം, ബ്യൂട്ടി പാർലർ, സ്പാ സൗകര്യങ്ങൾ ഒക്കെയുണ്ട്. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി, മാനേജർ താഴ്മയായി പറഞ്ഞു. ചിന്തിച്ചപ്പോൾ ആര്യനും അത് നല്ലതാണെന്ന് തോന്നി. തന്റെ കൂട്ടുകാർ എല്ലാം ആസ്വദിക്കണം എന്നൊരു ചിന്തയുള്ളതുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് അവൻ കൂട്ടുകാരോട് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. മാനേജർ സ്വിമ്മിങ്ങിനുള്ള ഡ്രസ്സുകളൊക്കെ ഒരുക്കിയിരുന്നു. ജാൻവിയോടും പൂജയോടും വേണമെങ്കിൽ സ്പാ ചെയ്തിട്ട് വന്നോളാൻ ആര്യൻ പറഞ്ഞു. പക്ഷെ അവർക്കും പൂളിൽ ഇറങ്ങാനായിരുന്നു താല്പര്യം. പൂൾ അവർക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുകയായിരുന്നു. ആര്യനും കൂട്ടുകാർക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയില്ലെന്ന കാരണം പറഞ്ഞ് മറ്റുള്ള ഗസ്റ്റിനെയൊക്കെ ഒഴിവാക്കിയിരുന്നു. എല്ലാവരും പൂളിലേക്ക് ഇറങ്ങി. പൂജയുള്ളതുകൊണ്ട് നീരവും സന്തോഷത്തിലാണ്. ആര്യൻ അതിലൊന്നിലും ഇടപെടാതെ അവിടെ ഉണ്ടായിരുന്ന സൺബാത്ത് ചെയറിലിരുന്നു കൊണ്ട് അവരെ നോക്കി. ജാൻവിയും അവനൊപ്പം തന്നെ വന്നിരുന്നു. അവൻ കുറച്ചുനേരം ജാൻവിയെ തന്നെ നോക്കിയിരുന്നു. ജാൻവി, നിന്റെ വിരലുകൾക്ക് എന്തൊരു ഭംഗിയാണെന്നറിയുമോ? വശ്യതയോടെ ആര്യൻ പറഞ്ഞതും ജാൻവിയുടെ കവിളുകൾ ചുവന്നു. അവൾ നാണം കൊണ്ട് മുഖം കുനിച്ചു. അവളുടെ ഭാവം കണ്ടപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് ആര്യന് ബോധ്യം വന്നത്. അവളെ അടുത്ത് കണ്ട സന്തോഷത്തിൽ പറഞ്ഞു പോയതാണ്. അബദ്ധം പിണഞ്ഞതറിഞ്ഞതും അവൻ പെട്ടെന്ന് മറ്റെന്തോ പറഞ്ഞു തുടങ്ങി. ജാൻവി, നീ പറഞ്ഞിരുന്നില്ലേ നിനക്കൊരു ഫാഷൻ ഷോയ്ക്ക് പങ്കെടുക്കണമെന്ന്? അത് ഡിസൈനറായിട്ടാണോ അതോ റാമ്പിൽ വോക്ക് ചെയ്യാനാണോ? ഞാൻ അന്ന് ചോദിക്കാൻ വിട്ടുപോയി. രണ്ടും. അവൾ ചിരിയോടെ പറഞ്ഞതും ആര്യന്റെ തലയിൽ പലവിധ ചിന്തകൾ കടന്നുകൂടി. അവൻ ജാൻവിക്ക് നേരെ തിരിഞ്ഞു. ജാൻവി, ഞാൻ പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. താൻ വളരെ സുന്ദരിയല്ലേ? അപ്പൊ അങ്ങനെ ഒരാൾ തന്റെ വസ്ത്രങ്ങളിട്ട് മോഡലിംഗിൽ പങ്കെടുക്കണമെന്ന് ഏത് ഡിസൈനറും ആഗ്രഹിക്കും. പക്ഷെ ഡിസൈനറായിട്ട് ഇത്രയും വലിയൊരു ഷോയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞ വലിയ വെല്ലുവിളിയാണ്. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം പണം വെച്ചുള്ള കളിയാണ് മുഴുവൻ. ചോദിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ചോദിക്കാണ്. ഫാഷൻ ഷോയ്ക്ക് പങ്കെടുക്കാൻ പണത്തിന് വേണ്ടിയാണോ നീ ആ ബാറിൽ പാടാൻ പോയത്? കാരണം അവിടെ പങ്കെടുക്കുന്ന മോഡൽസിന്റെ ഒക്കെ ഡ്രസ്സ് നല്ല വിലപിടിപ്പുള്ളതല്ലേ? അത്രയും തുകയൊക്കെ ഒപ്പിച്ചാൽ പോലും ആ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനുള്ള എൻട്രി ഫീസും ചിന്തിക്കുന്നതിനും കൂടുതലാണ്. അപ്പോ ഇതൊക്കെ എങ്ങനെ നീ കണ്ടെത്തുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ആര്യൻ ഒരുമിച്ച് ചോദിച്ചതും ജാൻവി ഒരു നിമിഷം നിശബ്ദയായി. അവരുടെ മുഖം ഇരുണ്ടു. അത് കണ്ട് ആര്യൻ തുടർന്നു. ജാൻവി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ആഘോഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ സങ്കടപ്പെടുത്തിയല്ലേ? സോറി, മറന്നേക്ക്. അയ്യോ, അങ്ങനെയല്ല ആര്യൻ. അതിലൊരു സോറിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു തുടങ്ങും എന്ന് ഓർക്കുമായിരുന്നു. ഒരുപാടുണ്ട് പറയാൻ. ഇതൊക്കെ അന്നേ പറയണമെന്ന് കരുതിയതാ. പക്ഷേ അന്ന് എന്നെ വേഗം വീട്ടിലാക്കിയില്ലേ? ജാൻവി പറഞ്ഞു. ജാൻവി, ആ സ്ഥലം അത്ര നല്ലതല്ല. വീണ്ടും എന്തെങ്കിലും പ്രശ്നം വരും മുൻപേ നിന്നെ കഴിയുന്ന അത്രയും വേഗം അവിടുന്ന് മാറ്റുക എന്നേ ഞാൻ കരുതിയുള്ളൂ. നിന്റെ സുരക്ഷിതത്വം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ആര്യൻ പറഞ്ഞപ്പോൾ ജാൻവി നീട്ടി ശ്വാസമെടുത്തു. നീ പറഞ്ഞത് ശരിയാ. ഞാൻ ആ ബാറിൽ പോകാൻ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നിങ്ങളാരും അറിയാത്ത ഒരു പാസ്റ്റ് ഉണ്ട് എനിക്ക്.
30 വർഷം മുമ്പേ എന്റെ അമ്മ മിസ് ഇന്ത്യയായി സെലക്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം അമ്മ എന്തു ധരിച്ചാലും എന്തു ചെയ്താലും അത് വാർത്തയാകുന്ന അവസ്ഥ വന്നു. അമ്മയുടെ ജീവിതം തന്നെ മാറിപ്പോയി. എന്റെ അമ്മയുടെ ഫാഷൻ സെൻസ് അപാരമായിരുന്നു. അറിയപ്പെടുന്ന ഒരു ഡിസൈനർ ആവുക എന്നതായിരുന്നു അമ്മയുടെ ലക്ഷ്യം. ഓരോ വലിയ വലിയ കമ്പനികളുമായുള്ള കരാറിൽ നിന്ന് കിട്ടുന്ന പണം വെച്ച് അമ്മ പുതിയ ബ്രാൻഡ് തുടങ്ങി, വസ്ത്രവ്യാപാരം തുടങ്ങി. അത് വിജയം കണ്ടു. കുറെ ബിസിനസ്സുകാരുമായി അമ്മയ്ക്ക് ബന്ധമുണ്ടായി. ബിസിനസ് ഫീൽഡ് ഭയങ്കര മത്സരമുള്ളതല്ലേ. അമ്മയുടെ എതിർ ഗ്രൂപ്പ് അമ്മയ്ക്കെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ബിസിനസ് തകർന്നു. അമ്മ ഉണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയും ഒക്കെ പോയി. ഇതൊക്കെ അമ്മയെ വല്ലാതെ ബാധിച്ചു. ഓർമ്മ നഷ്ടമായി. അതിനുശേഷം വെറുതെ ചിരിക്കും, തല ചുമരിലിടിക്കും, ഉച്ചത്തിൽ കരയും. അങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. അവസാനം ആളെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലാക്കി. എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയില്ല. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് പലതും. എനിക്കിഷ്ടമല്ല ഇതൊന്നും ആരോടും പറയാൻ. പക്ഷേ ഒക്കെ ദൈവത്തിന്റെ കളിയായിരുന്നു. വിചിത്രം, അമ്മ ബാക്കി എല്ലാവരെയും മറന്നിട്ടും എന്നെ മറന്നില്ല. ഞാൻ അമ്മയുടെ മോളാണെന്ന് മറന്നില്ല. ഞാൻ പറഞ്ഞാൽ മാത്രമേ അമ്മ കേൾക്കൂ. ഡോക്ടർമാരോട് സഹകരിക്കുന്നില്ലെങ്കിൽ ഞാൻ പോയിട്ടാണ് അനുസരിപ്പിക്കുക. കുറെ നാളത്തെ ചികിത്സയായപ്പോ ഹോസ്പിറ്റൽ ബില്ലും കൂടി വന്നു. അച്ഛനുണ്ടായിരുന്നപ്പോൾ അതൊക്കെ നോക്കിയത് അച്ഛനായിരുന്നു. അച്ഛൻ പോയപ്പോ ഒക്കെ എന്റെ തലയിലായി. സ്ഥിതി മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടെന്നും പക്ഷേ ഉള്ളിൽ എന്തോ ഒരു ഭാരമുള്ളത് കൊണ്ടാണ് മനസ്സിന്റെ ഈ പ്രശ്നമെന്നും അതുകൂടി മാറിക്കഴിഞ്ഞാൽ പഴയ സ്ഥിതിയിലേക്ക് ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ജാൻവിയുടെ കഥ ആര്യൻ നമ്പരപ്പോടെ കേട്ടിരുന്നു. കുറച്ചു സമയത്ത് നിശബ്ദതയ്ക്ക് ശേഷം ജാൻവി തുടർന്നു. അമ്മയ്ക്ക് ആ വസ്ത്രവ്യാപാരത്തോടുണ്ടായിരുന്ന ഇഷ്ടം എത്രത്തോളമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും എനിക്കത് തിരികെ കൊടുക്കണം. അത് കിട്ടിയാൽ അമ്മയുടെ രോഗം മുക്കം മാറും. അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ തെറ്റായ വഴി പോലും തെരഞ്ഞെടുത്തത്. ജാൻവി വീണ്ടും നിശബ്ദയായി. ആര്യൻ അവളുടെ 2 കൈകളെയും ചേർത്ത് പിടിച്ചു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് തീർക്കാൻ ജാൻവി. ഞാനുണ്ട് നിന്റെ കൂടെ. നീ ആ മത്സരത്തിൽ ജയിക്കും, എനിക്കുറപ്പാ. ആര്യൻ അത്രയേറെ സ്നേഹത്തോടെ പറഞ്ഞു. അന്ന് നിന്റെ സോഷ്യൽ മീഡിയ ലൈവ് കണ്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ. 1000കണക്കിന് പെൺകുട്ടികളാണ് നിന്റെ ഡ്രസ്സിനെ പുകഴ്ത്തി കമന്റ് ഇട്ടേക്കുന്നത്. അന്ന് നീയിട്ട ആ എംബ്രോയിഡറി വർക്കുള്ള ഡ്രസ്സിൽ നിന്നെ എന്ത് ഭംഗിയായിരുന്നു കാണാൻ. ആര്യൻ ആ ലൈവിനെ പറ്റി പറഞ്ഞപ്പോൾ ജാൻവി ഞെട്ടിപ്പോയി. അന്ന് കുറെ കാര്യങ്ങൾ നടന്നിരുന്നു. അതിനുശേഷം വല്ലാത്ത സങ്കടത്തിലായിരുന്നു അവൾ. ആ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചിട്ടും അവൾക്ക് കഴിഞ്ഞില്ല. ഇന്ന് ആര്യൻ ആ ലൈവിന്റെ കാര്യം പറയുന്നു. അപ്പോ ആര്യൻ അത് കണ്ടിരുന്നോ? ഇനി ആര്യനാണോ അന്ന് നടന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം? ജാൻവി ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ 19ാം നിലയിലെ മുറിയുടെ ജനാലയിലൂടെ ഒരാൾ അവരെ 2 പേരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആരാണ് അയാൾ? അധ്യായം 22. സോഷ്യൽ മീഡിയ ലൈവിന്റെ കാര്യം കേട്ടതും ജാൻവി ഞെട്ടലോടെ ആര്യനെ ഒന്ന് നോക്കി. നീ സോഷ്യൽ മീഡിയയിലുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലായിരുന്നല്ലോ. അല്ല, ആരൊക്കെ ആ സമയത്ത് ലൈവ് കാണുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നീ മറ്റേതെങ്കിലും ഐഡി വെച്ചാണോ കേറിയത്? അവളുടെ ചോദ്യം കേട്ടതും ആര്യൻ ചിരിച്ചതേ ഉള്ളൂ. ആര്യൻ മറുപടിയൊന്നും തരുന്നില്ലെന്ന് കണ്ടതും ജാൻവി തുടർന്നു. പറ, നീ എന്റെ ലൈവ് മുമ്പേ കാണാറില്ലേ? അപ്പോ നിനക്കെന്നെ നേരത്തെ അറിയില്ലേ? അവൾ വീണ്ടും ചോദിച്ചിട്ടും അവൻ മറുപടി പറഞ്ഞില്ല. പറ ആര്യ, നീ എന്റെ ലൈവ് കാണാറുണ്ടോ? ക്ഷമ നശിച്ചെന്ന വണ്ണം അവന്റെ കൈ കടന്നു പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഉണ്ട്, ഞാൻ കാണാറുണ്ട്. നിന്റെ ആരാധകനുമാണ്. എപ്പോഴോ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ കേട്ടതാണ് തന്റെ പാട്ട്. അന്ന് തൊട്ട് നിന്നെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. നിന്റെ ഒരു ലൈവ് ഷോയും ഞാൻ മിസ്സാക്കിയിട്ടില്ല. ഇത്രയും കേട്ടതും ജാൻവി അമ്പരന്ന് പോയി. അവൾ ആര്യന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിനക്കെന്നെ പാട്ട് ഇഷ്ടമായോ? അത് ചോദിക്കുമ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഭാവമായിരുന്നു അവൾക്ക്. പിന്നല്ലാതെ ഒത്തിരി ഇഷ്ട. എന്റെ അച്ഛനും അമ്മയും എന്റെ ചെറുപ്പത്തിലെ മരിച്ചു പോയതാ ജാൻവി. പക്ഷേ അമ്മ നന്നായി പാട്ടുപാടായിരുന്നു. നിന്റെ പാട്ട് കേൾക്കുമ്പോ നിനക്ക് എന്റെ അമ്മയുടെ അതേ ശബ്ദമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആദ്യം കേട്ടപ്പോ തന്നെ മനസ്സിൽ പതിഞ്ഞു പോയതാ നിന്റെ ശബ്ദം. പക്ഷേ അതിനുശേഷം ഒരിക്കലും ഞാൻ എന്റെ ഒറിജിനൽ ഐഡിയിൽ നിന്ന് നിന്റെ ലൈവ് കണ്ടിട്ടില്ല. വേറെ അക്കൗണ്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തിനാ ഞാൻ അങ്ങനെ ചെയ്തെന്നും എനിക്കറിയില്ല. നിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം നീരവന് പോലും അറിയില്ല.
ആര്യൻ നേർത്തൊരു ചിരിയോടെ പറഞ്ഞു. അപ്പോഴൊക്കെയും ജാൻവി ആര്യനെ തന്നെ നോക്കി നിൽപ്പായിരുന്നു. ലൈവിൽ നീ എന്റെ ഡ്രസ്സ് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എല്ലാവരെയും പോലെ നീയും എന്റെ ഡ്രസ്സിനെ പുകഴ്ത്താനാണോ ലൈവ് കാണുന്നത്? ഡ്രസ്സ് മാത്രമല്ല, നീ മൊത്തത്തിൽ അടിപൊളിയാണ്. നിന്റെ ശബ്ദം, പാടുമ്പോ കവിളിൽ വിരിയുന്ന നുണക്കുഴി, നിന്റെ ചിരി, അതൊക്കെ എന്നെ കൊല്ലാതെ കൊല്ലുകയായിരുന്നു. എന്നെ ആരാധകനാക്കി മാറ്റുകയായിരുന്നു ഓരോ നിമിഷവും. ജാൻവിയുടെ ചോദ്യത്തിന് പ്രണയാതുരമായി ആര്യൻ മറുപടി പറഞ്ഞു. അത് കേട്ടതും ജാൻവി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിനക്ക് എങ്ങനെ ഇത്രയും കഥകൾ പറയാൻ പറ്റുന്നേ? ശരിക്കും ആ ഡ്രസ്സിൽ ഞാൻ സുന്ദരിയായിരുന്നോ, അതോ നീ ചുമ്മാ എന്നെ പൊക്കി പറയുവാണോ? അവൾ ചോദിച്ചു. നിനക്ക് പെൺകുട്ടികളുടെ ഫാഷൻ സെൻസിനെ പറ്റി നല്ല ബോധ്യമുണ്ടല്ലോ. ഈ ലൈവ് കുറെ നാൾ മുന്നേ നടന്നതാ. കോളേജിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. ജാൻവിയുടെ സംസാരം കേട്ടതും ആര്യൻ ചിരി അടക്കാൻ പാടുപെട്ടു. അന്ന് നടന്നതൊക്കെ ആര്യൻ കാരണമാണെന്ന് അവൾക്ക് മനസ്സിലായി. ആര്യനെ പോലൊരാൾ അവളെ ഇത്രയേറെ പ്രശംസിക്കുന്നത് കേട്ട് അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഓക്കെ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നീയാണ് അപ്പം അർജുനുമായിട്ട് ലൈവിൽ അടിയുണ്ടാക്കിയതല്ലേ? നീയാണല്ലേ അവനോട് വഴക്കുണ്ടാക്കി എന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചുകൊണ്ടിരുന്നത്? അത് കേട്ടതും ആര്യൻ പൊട്ടിച്ചിരിച്ചു. അതെ, ഞാനാണ് എന്നുകൂടെ ആര്യൻ പറഞ്ഞതും ജാൻവി അമ്പരന്നു. എന്റെ ദൈവമേ, നീ എന്റെ കൺമുന്നിൽ ഇത്രയും ദിവസം ഉണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ. അന്നത്തെ ആ ഇൻസ്റ്റാ ലൈവിൽ എനിക്ക് കുറെ കാശ് കിട്ടി. അർജുൻ ആദ്യം 10,000 തന്നു, പിന്നെ നിന്റെ വക 20,000 ആയി. അത് കണ്ടപ്പോ അർജുന് സഹിച്ചില്ല. അതോടെ 50,000 ഒറ്റയടിക്ക് അവൻ അയച്ചു തന്നു. പിന്നെ അത് 1,00,000 ആയി. പിന്നെയും തുക കൂടിയതേ ഉള്ളൂ. അർജുന്റെ അഭിമാനം രക്ഷിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് 2,00,000 അയച്ചതും നീ ആ റെക്കോർഡൊക്കെ ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞിട്ട് ഒരു 5,00,000 അയച്ചേക്കുന്നു. അതുകൂടി കണ്ടപ്പോ പിന്നെ അർജുൻ അവിടെ നിന്നില്ല, ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. എത്ര കാലമാണ് ആ കാര്യം കോളേജിൽ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടന്നതെന്ന് അറിയാമോ? ഇതാരാണെന്ന് അറിയാൻ ഞാൻ എത്ര മെസ്സേജ് അയച്ചിരുന്നോ? പക്ഷെ ഒന്നും അറിയാൻ പറ്റിയില്ല. ഒരു മെസ്സേജിന് പോലും നീ റിപ്ലൈ തന്നതുമില്ല. ജാൻവി ആവേശത്തോടെ പറഞ്ഞു. അന്ന് ക്യാൻറ്റീനിൽ അടി നടന്ന ശേഷം അർജുൻ പിന്നെ നിന്റെ ആജന്മ ശത്രുവായില്ലേ? അവനെ നാണം കെടുത്താൻ നീയാണ് എനിക്ക് ആ ഇൻസ്റ്റാ ലൈവിൽ പൈസ തന്നതെന്നൊക്കെ അവനറിഞ്ഞ എന്താ ചെയ്യുക അറിഞ്ഞൂടാ. അർജുനെ കുറിച്ച് ഭയത്തോടെയുള്ള ജാൻവിയുടെ സംസാരം കേട്ടപ്പോൾ ആര്യന്റെ കണ്ണുകൾ പിന്നെയും തിളങ്ങി. ഓ, അത് ശരിയാ, ഇക്കാര്യം ഞാൻ ഓർത്തില്ല. എന്നാ പിന്നെ അക്കാര്യം എല്ലാവരെയും അറിയിക്കാം അല്ലേ? അത് പറഞ്ഞുകൊണ്ട് ആര്യൻ കുസൃതിയോടെ ചിരിച്ചു. ജാൻവി അവനെ തുറച്ചു നോക്കുകയായിരുന്നു. താൻ അറിയാത്ത എന്തൊക്കെ രഹസ്യങ്ങൾ ഇനിയും ആര്യനിൽ ബാക്കിയുണ്ടെന്ന ആലോചനയായിരുന്നു അവളിൽ. ഇപ്പോഴത്തെ അവളുടെ ചിന്തകൾ പോലും വ്യത്യസ്തമായി തോന്നി അവൾക്ക്. അവനോട് ബഹുമാനമാണോ പ്രണയമാണോ എന്ന ചോദ്യം ഉദിച്ചു മനസ്സിൽ. ഇതുവരെ തോന്നാത്ത പല വികാരങ്ങളിലൂടെയും താൻ കടന്നു പോകുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ പൂളിൽ തിമിർക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. നീരവിന്റെ സന്തോഷം കണ്ടപ്പോൾ ആര്യന്റെ മനസ്സും നിറഞ്ഞു. പെട്ടെന്ന് ആര്യൻ ജാൻവിയുടെ കൈ കവർന്നു. എന്താണ് നടക്കുന്നതെന്ന ബോധം ഉണരും മുൻപ് തന്നെ ആര്യൻ അവളെയും കൊണ്ട് പൂളിലേക്ക് ചാടി. അപ്പോൾ 19ാം നിലയിൽ നിന്ന് ബൈനോക്കുലറിലൂടെ അവരെ നിരീക്ഷിച്ചിരുന്ന കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. അപ്പോഴും അവർ പൂളിൽ ചിരിച്ചു കളിച്ച് ആസ്വദിക്കുകയായിരുന്നു. പെട്ടെന്ന് ആര്യൻ അവരെയൊക്കെ വിട്ട് പൂളിൽ നിന്ന് കയറി വന്നു. അവന്റെ പോക്ക് കണ്ടപ്പോൾ എന്തെന്ന അർത്ഥത്തിൽ നീരവ് നോക്കി. ആര്യൻ ചെറുവിരൽ ഉയർത്തി കാട്ടി. അവന്റെ ആംഗ്യം കണ്ടതും എല്ലാവരും കൂട്ടച്ചിരിയായി. ആര്യന് ടോയ്ലറ്റിൽ പോകണമായിരുന്നു. അവൻ വാഷ്റൂമിലേക്ക് ഓടിക്കൊണ്ട് വേഗം വാതിൽ തുറന്നു. അപ്പോഴേക്കും എതിർ ദിശയിൽ നിന്ന് വന്നയാളുമായി കൂട്ടിയിടിച്ചു. അയാൾ നിലത്തേക്ക് വീണു. അതോടെ അയാൾ ആര്യനെ ദേഷ്യത്തിൽ ചീത്ത വിളിക്കാൻ തുടങ്ങി. തന്തയില്ലാത്തവനെ, എന്താ നിനക്ക് കണ്ണ് കണ്ടൂടെ? നിനക്ക് തന്തയില്ലാത്തത് കൊണ്ടാവും നിനക്ക് എല്ലാവരെയും കാണുമ്പോ അങ്ങനെ തോന്നുന്നേ. ആര്യനും വിട്ടുകൊടുത്തില്ല. അയാൾ അവനെ ദേഷ്യത്തിൽ നോക്കി. അയാളുടെ കണ്ണുകൾ ചുവന്നിരുന്നു, നാക്ക് കുഴഞ്ഞിരുന്നു. സംസാരത്തിൽ നിന്ന് അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നു. പൊടുന്നനെ അയാൾ നിലത്തുനിന്ന് ചാടി എണീറ്റ് ആര്യനെ തല്ലാനോങ്ങി. ആര്യൻ തല വെട്ടിച്ച് മുട്ടുകൊണ്ട് അയാളുടെ വയറ്റിലടിച്ചു. അതോടെ അയാൾ നിലത്തേക്ക് വീണു. ആര്യനെ പിന്നെയും പുലഭ്യം പറയാൻ തുടങ്ങി. എടാ പന്നി, നീ ആരുടെ നേരെ കയ്യോങ്ങിയെന്നറിയാമോ?
ഇന്ന് നിന്റെ അവസാനമാ. അയാൾ ഭീഷണിപ്പെടുത്തിയതും ആര്യൻ പിന്നെയും അയാളുടെ വയറ്റിലടിച്ചു. നീ ചലക്കടാ, ഇനിയും ചലക്കി, ഞാൻ നിന്നെ ഇടിച്ചു പകരം വീട്ടിക്കോളാം. കുടുംബത്തെ പറഞ്ഞ സഹിക്കാതെ ആര്യൻ നിർത്താതെ അയാളടിച്ചു. പെട്ടെന്ന് സ്ത്രീകളുടെ ടോയ്ലറ്റിലെ വാതിൽ തുറന്ന് അന്ന പുറത്തേക്ക് വന്നു. അവൾ പാഞ്ഞു വന്ന് ആര്യനെ തള്ളി മാറ്റി നിലത്ത് കിടക്കുന്നവനെ ചേർത്ത് പിടിച്ചു. എന്റെ ദൈവമേ, ഇതെന്താ പറ്റിയേ? ഈ ദരിദ്രവാസി നിന്നെ അടിച്ചോ? കുറെ മുറിഞ്ഞിട്ടുണ്ടല്ലോ. അന്നയെ അവിടെ കണ്ടപ്പോൾ ആര്യനും ഞെട്ടിപ്പോയി. അവളുടെ 2 ഇരട്ടി പ്രായമുള്ളവനെയാണ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്നോർത്തപ്പോഴാണ് ആര്യന്റെ ഞെട്ടൽ അധികരിച്ചത്. കാശ് കിട്ടിയ ഇവൾ ഏതോന്റെ കൂടെയും പോകുമെന്ന് തോന്നുന്നു. അച്ഛൻ ഒരുപാട് പണമുണ്ടല്ലോ. എന്നിട്ട് ഇങ്ങനെ എന്തിനാ ഇവൾ തരം താഴുന്നേ? ഇവൾക്ക് വേണ്ടിയാണല്ലോ കുറെ നാള് പിന്നാലെ നടന്നതും സങ്കടപ്പെട്ടതും എന്നോർത്തപ്പോൾ ആര്യൻ അവളോട് പിന്നെയും വെറുപ്പ് തോന്നി. അവൻ അയാളെ ഒന്നുകൂടി ശക്തിയായി ചവിട്ടി. ഓ, ഇത് നിന്റെ കാമുകനായിരുന്നോ? അവനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. ഇല്ലെങ്കിൽ അവന്റെ നാക്ക് വെട്ടിയരിഞ്ഞ് ഞാൻ നിനക്ക് തന്നെ തരും, കേട്ടല്ലോ? നിനക്ക് ഭ്രാന്താണടാ. അത് പക്ഷേ എന്റെ അടുക്കെ കാണിക്കണ്ട. പട്ടിണി കിടന്നവന്റെ കയ്യിൽ ഒരുമിച്ച് കുറച്ച് പണം വന്നപ്പോ ഭ്രാന്തായി പോയതാ. എന്നാലും നീ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഇപ്രാവശ്യം നിനക്ക് തെറ്റി. രാഹുലിനെ പോലെയാണോ നീ ഇവനെ കണക്കാക്കിയിരിക്കുന്നേ? എന്നാ നിനക്ക് തെറ്റി. അവൻ ആരാണെന്ന് നിനക്കറിയില്ല. അവനോട് മാപ്പ് പറയുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇവന്റെ വീട്ടിലെ നായയ്ക്ക് സമമാവും നിന്റെ ജീവിതം. അന്നയുടെ പറച്ചിൽ കേട്ടപ്പോൾ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ആര്യൻ അവളെ തന്റെ നേർക്ക് നീക്കി നിർത്തി മുഖത്തടിക്കാൻ ഓങ്ങി. എനിക്ക് പെൺകുട്ടികളെ കൈനീട്ടി അടിച്ച ശീലമില്ല. ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഭ്രാന്തിനെ പറ്റിയുള്ള നിന്റെ സംശയം ഞാനിപ്പോ തീർത്തു തന്നേനെ. നായയെ പോലെ ആരെ ജീവിക്കാൻ പോണെന്നും കാട്ടി തന്നേനെ. ആര്യൻ എന്നയോട് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അയാൾ ഫോണിൽ ആര്യയെ വിളിച്ചു. ആര്യൻ അയാളെ തന്നെ നോക്കി നിന്നു. ഫോൺ വിളിച്ചു കഴിഞ്ഞ ഉടൻ അയാൾ പറഞ്ഞു, നീ എന്താടാ നായയുടെ കാര്യമൊക്കെ പറയുന്നേ? ആരാ നായെന്നും സിംഹമെന്നുമൊക്കെ നമുക്ക് കാണാം. അയാൾ ചിരിച്ചു. അതിന്റെ അടുത്ത നിമിഷം 10-15 ആളുകൾ ആര്യനെ വളഞ്ഞു. അവരെ കണ്ടപ്പോൾ ആര്യൻ ആർത്ത് ചിരിക്കാൻ തുടങ്ങി. നായകൾ ഒരുത്തനെ ഗാർഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുക. അത് കേട്ടതും അയാൾ നിലത്ത് കിടന്നുകൊണ്ട് തന്റെ ഗുണ്ടകൾക്ക് നേരെ അലറി. ഈ അലവരാതിയുടെ കൈയും കാലും ഒടിക്കേ, എന്നിട്ട് ആ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോ. അപ്പൊ മനസ്സിലാവും ആരോടവൻ കളിച്ചതെന്നും ആരെയാ വെല്ലുവിളിച്ചതെന്നും. പക്ഷേ ആ ഗുണ്ടകൾക്ക് ആരെയും തൊടാൻ പോലും സാധിച്ചില്ല. അടുത്ത നിമിഷം 50ഓളം സെക്യൂരിറ്റിമാർ അവരെ വളഞ്ഞു. ആര്യന്റെ സംരക്ഷണത്തിനായി വിശ്വനാഥൻ ഏർപ്പാടാക്കിയ ഗാർഡുകളായിരുന്നു അത്. ആവശ്യം വന്നാൽ ആരെയും എടുത്തിട്ട് പെരുമാറാൻ കഴിവുള്ളവർ. അതുകൂടെ കണ്ടതും ഗുണ്ടകൾക്ക് പേടിയായി. ഒരു നിമിഷം പാഴാക്കാതെ ആര്യന്റെ ഗാർഡ്സ് അവരെ നിലംപരിച്ചാക്കി. ആ 15 ഗുണ്ടകളും നിലത്ത് കിടന്ന് പൊളഞ്ഞിട്ടും ഗാർഡുകൾ വിടാൻ ഭാവമില്ലാതെ അടി തുടർന്നുകൊണ്ടിരുന്നു. ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു അന്ന. പക്ഷേ നിലത്ത് കിടന്ന ആ മനുഷ്യൻ മാത്രം പിന്നെയും ആര്യന് നേരെ ചീറി. നിനക്കിപ്പ എന്നെ കൊല്ലുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അടിവേര് ഞാൻ അളക്കും. ഒറ്റ ഒന്നിനെയും ജീവനോടെ വിടില്ല. എല്ലാ എണ്ണത്തിനെയും കൊന്ന് പട്ടിക്കിട്ട് കൊടുക്കും. വീരോടെ അയാൾ പറഞ്ഞതും ദേഷ്യം സഹിക്കാതെ ആര്യൻ അയാളുടെ മുഖത്തിടിച്ചു. ഇടിക്കടാ, ഇനി ഇടിക്കേ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെന്ന് നോക്കാലോ. അയാൾ വെല്ലുവിളിച്ചു. ഞാൻ അതല്ല ആലോചിക്കുന്നത്. നീ ഇത്ര സുന്ദരനാണെങ്കിൽ നിന്റെ അമ്മയും പെങ്ങളും എങ്ങനെയായിരിക്കും? ആര്യനെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാൻ എന്നോണം അയാൾ അശ്ലീലം കലർത്തി സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കേട്ടതും ആര്യൻ ദേഷ്യം കൊണ്ട് വിറച്ച് അയാളെ തുടരെ അടിച്ചു. അതോടെ ഗാർഡുകളിൽ ചിലർ അവനെ പിടിച്ചു മാറ്റി. ഇവനെ പോലത്തെവനെയൊക്കെ തല്ലിയിട്ട് ചുമ്മാ കൈ നാറ്റിക്കേണ്ട സാറേ. അവനെ നമുക്കൊരു പാഠം പഠിപ്പിക്കാം. ഇപ്പൊ പോവാം. അവർക്കിടയിൽ നിന്നാരോ ആര്യനോട് പറഞ്ഞു. വിശ്വനാഥൻ അങ്കിളിന്റെ നിർദ്ദേശം കാരണമാവും അവർ തന്നെ തടഞ്ഞതെന്ന് ആര്യനും ബോധ്യപ്പെട്ടിരുന്നു. ആര്യൻ എഴുന്നേറ്റ് ദേഹത്തെ പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞു. ഇപ്പൊ നിന്നെ വെറുതെ വിട്ടേക്കുന്നു. ഇത് എന്നേക്കുമാണെന്ന് കരുതരുത്. ഇത്രയും പറഞ്ഞു പോകാൻ തുനിഞ്ഞതും ആര്യൻ അന്നയ്ക്ക് നേരെ തിരിഞ്ഞു. നീയേ അസല് വിഷമാണ്. ഇന്ന് നീ കാരണമാ ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് ആദ്യമായിട്ട് കൈ ഓങ്ങുന്നത്. ഇത്രയും പറഞ്ഞ് അവളുടെ മുഖം നോക്കിയൊന്ന് പൊട്ടിച്ച് ആര്യൻ പോയതും അന്ന നിലത്തേക്ക് വീണു. പക്ഷെ എന്നിട്ടും അയാൾ മാത്രം ഒതുങ്ങാൻ തയ്യാറായില്ല. പിന്നെയും ആര്യൻ നേരെ കയർത്തു. അവനോടെന്നെ കൊല്ലാൻ പറ, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറയാൻ കഴിയില്ല.
ഇത് പറഞ്ഞു തീർന്നപ്പോഴേക്കും ആര്യന്റെ സെക്യൂരിറ്റിമാരിൽ ഒരാൾ അയാളുടെ കൈ ബാക്കിലേക്ക് പിടിച്ചൊടിച്ചു. മറ്റൊരാൾ കാലുകൊണ്ട് അവന്റെ കാലിനെ തൊഴിച്ചു. അവൻ ആർത്തു നിലവിളിച്ചു. ആ അടിപിടിക്കിടയിൽ അയാളുടെ പോക്കറ്റിൽ നിന്ന് വിസിറ്റിംഗ് കാർഡ് തെറിച്ചു വീണിരുന്നു. അതിൽ നിന്ന് അയാളുടെ വിവരങ്ങൾ ആര്യൻ തിരിച്ചറിഞ്ഞു. അവനെ ഗാർഡ്സ് വേണ്ട വിധം പെരുമാറുന്നത് കണ്ട് തിരിഞ്ഞു നടക്കുമ്പോഴും ഉള്ളിൽ 1000 ചോദ്യങ്ങൾ ആര്യനിൽ ബാക്കിയായിരുന്നു. അധ്യായം 23. അന്നയുടെ കൂടെയുള്ള ആ ആളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ നിറയെ. ആദ്യമായിട്ടായിരുന്നു ആര്യൻ ഒരാളെ ഇത്ര ക്രൂരമായി ആക്രമിക്കുന്നത്. പക്ഷേ അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു. കയ്യൂക്കുള്ളവർ മാത്രമേ അവിടെ വിജയിക്കുമായിരുന്നുള്ളൂ. അതെല്ലാം ആലോചിച്ച് അവൻ തിരികെ പൂളിന്റെ അവിടേക്ക് തന്നെ ചെന്നു. അപ്പോഴേക്കും അവന്റെ സുഹൃത്തുക്കൾ എല്ലാവരും വെള്ളത്തിൽ നിന്നും തിരികെ കയറിയിരുന്നു. അവിടെ നടന്ന ബഹളത്തിന്റെ അലർച്ച അവരെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. ആര്യനെ കണ്ടതും നീരവ് ഓടി വന്ന് ചോദിച്ചു, ആര്യൻ, നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താണ് ഇത്രയും സമയം എടുത്തത്? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നീരവ് പരിഭ്രാന്തിയോടെ ആര്യനോട് ചോദിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട ആര്യൻ പറഞ്ഞു, ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ആഹാ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സെക്യൂരിറ്റികൾ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയത്? നീ എന്തിനാണ് എന്നോട് മറച്ചു വെക്കുന്നത്? എന്താണ് അകത്ത് സംഭവിച്ചത്? മര്യാദയ്ക്ക് സത്യം പറ. ഒരുപാട് കാലമായി കൂടെയുള്ളത് കൊണ്ട് ആര്യന്റെ മുഖം മാറിയാൽ നീരവിന് മനസ്സിലാകുമായിരുന്നു. ആര്യന്റെ മുഖത്ത് ആരോടോ ദേഷ്യമുള്ളതായും അവനത് നിയന്ത്രിക്കാൻ പാടുപെടുന്നതായും നീരവിന് തോന്നി. അപ്പോഴേക്കും മറ്റുള്ളവരും അവന്റെ ചുറ്റും കൂടി. ആര്യനൊന്നും മിണ്ടാതെ നിന്നപ്പോൾ അവർക്കും ടെൻഷനായി. എല്ലാവരുടെയും ആകാംക്ഷയോടെയുള്ള നോട്ടം കണ്ട ആര്യൻ പറഞ്ഞു, എന്താണ് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? നത്തിങ് ഗൈസ്. ശരിക്കും ആ ശബ്ദം ഇവരെന്തോ പ്രാക്ടീസ് നടത്തിയതാ. പെട്ടെന്ന് എന്തെങ്കിലും പാനിക് സിറ്റുവേഷൻ വന്നാ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ. ഞാൻ അപ്പോൾ അത് നോക്കി നിൽക്കുകയായിരുന്നു. എന്തായാലും എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് പോയി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നോക്കാം. മറ്റുള്ള എല്ലാവരും ആര്യന്റെ ആ മറുപടിയിൽ തൃപ്തരായിരുന്നു. എന്നാൽ നീരവിന് മാത്രം എന്തൊക്കെയോ സംശയങ്ങൾ പിന്നെയും തോന്നി. എങ്കിലും അവനൊന്നും മിണ്ടിയില്ല. പൂളിൽ നിന്നും കയറിയതിനു ശേഷം എല്ലാവരും നേരെ ഗെയിമിംഗ് സോണിലേക്കാണ് പോയത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ആര്യൻ അവന്റെ ഫ്രണ്ട്സിനെ എല്ലാം അവന്റെ ആ കാറിൽ കയറ്റി ഹോസ്റ്റലിൽ വിട്ടു. കാർ ബോയ്സ് ഹോസ്റ്റൽ കടന്നതും എല്ലാവരും വീണ്ടും അത്ഭുതത്തോടെ അത് തന്നെ നോക്കി നിൽക്കാൻ തുടങ്ങി. അവരെല്ലാം ആദ്യമായിട്ടായിരുന്നു ആ കാറ് കാണുന്നത് തന്നെ. അപ്പോഴും ആ കാറും ആര്യനുമായിരുന്നു അവിടുത്തെ ചർച്ചാ വിഷയം. നീരവ് ഇതെല്ലാം ആസ്വദിക്കുകയായിരുന്നു. എന്നാൽ ആര്യന്റെ മനസ്സ് ഇവിടെയൊന്നുമായിരുന്നില്ല. പ്രണവിനെയും ശരത്തിനെയും അവിടെ വിട്ടതിനു ശേഷം ആര്യനും നീരവും ജാൻവിയെയും പൂജയെയും ഇറക്കാൻ വേണ്ടി ഗേൾസ് ഹോസ്റ്റലിലേക്ക് പോയി. നീരവ് അവരെ ഗേറ്റിനടുത്തേക്ക് കൊണ്ടുവിടാൻ പോയപ്പോൾ ആര്യൻ കാറിലിരുന്ന് ആർക്കൊക്കെയോ കോൾ ചെയ്തു. എന്നിട്ട് ചില നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. ഇത് കണ്ടുകൊണ്ടാണ് നീരവ് തിരികെ വന്നത്. കാറിൽ കയറിയ നീരവ് ആര്യനോട് ചോദിച്ചു, ഇപ്പൊ ഇതാ എല്ലാവരും പോയി, ഇനി പറ, ശരിക്കും അവിടെ എന്താണ് ഉണ്ടായത്? ഇത്തവണ ആര്യൻ നീരവിനോടെല്ലാം പറഞ്ഞു. അവൻ ഒരാളുമായി കൂട്ടിയിടിച്ചതും പിന്നീട് അയാളുമായി വഴക്കായതുമെല്ലാം. തങ്ങളെക്കാൾ 2 ഇരട്ടി പ്രായമുള്ള അയാളാണ് ഇപ്പോൾ അന്നയുടെ കാമുകൻ എന്ന് കേട്ടതും നീരവ് ഞെട്ടിപ്പോയി. അവൻ അത്ഭുതത്തോടെ ചോദിച്ചു, അന്നയുടെ കാമുകനോ? അവൾക്കെന്താ പ്രാന്താണോ? അല്ല, ഇങ്ങനെ ഇത്രയും ബോഡി ഗാർഡ്സുമായി നടക്കാൻ മാത്രം ആരയാള്? വല്ല പുളിങ്കൊമ്പു ആവുമല്ലോ. അതല്ലേ അവള് കയറി പിടിച്ചത്. അത് കേട്ട ആര്യൻ മറുപടിയായി പറഞ്ഞു, ആദ്യം എനിക്കും അയാൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെയാണ് അത് അർജുന്റെ കമ്പനിയിലെ CEO ആണെന്ന് മനസ്സിലായത്. വിജേന്ദ്രൻ, അതയാളുടെ പേര്. ഞാൻ അയാളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. അപ്പോഴാണ് അയാൾ കമ്പനിയുടെ CEO മാത്രമല്ല എന്ന് മനസ്സിലായത്. കമ്പനിയുടെ കീഴിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും ചുക്കാൻ പിടിക്കുന്നതും അയാളാണ്. അർജുന്റെ അച്ഛന്റെ വലങ്കൈയാണ് ഈ പറയുന്ന വിജേന്ദ്രൻ. ഇത് കേട്ടതോടെ നീരവാകെ ടെൻഷനിലായി. ആര്യൻ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്ന് നിന്റെ കയ്യിൽ പണം വന്നു ചേർന്നോ അന്ന് മുതൽ പ്രശ്നങ്ങളാണല്ലോ. നീ ഇതെല്ലാം ഇനി എങ്ങനെ പരിഹരിക്കും? ഇത് കേട്ട ആര്യൻ ഒന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു, അർജുന്റെ കമ്പനി ഇപ്പോൾ അവരുടെ പണം മുഴുവൻ ചെലവഴിക്കുന്നത് ഒരു വലിയ ഫാഷൻ ബ്രാൻഡിന്റെ ലോഞ്ചിന് വേണ്ടിയാണ്. ഈ വിജേന്ദ്രനാണ് ഈ ബ്രാൻഡിന്റെ CEO. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇങ്ങനെ സംഭവിച്ചതറിഞ്ഞാൽ അർജുൻ എന്തായാലും എന്റെ പിന്നാലെ വരും. പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇപ്പൊ നീ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അവിടെയുള്ള എന്റെ ബോഡി ഗാർഡുകളെയാണ് വിളിച്ചത്. അർജുന്റെ ബിസിനസിന്റെ അകത്തുള്ള കള്ളത്തരങ്ങളെ കുറിച്ച് അയാൾ പറഞ്ഞു തരാൻ തയ്യാറാണെങ്കിൽ അയാളെ വെറുതെ വിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അയാളെ അടിച്ച് നിലംപരിശാക്കാനും
ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ ആര്യന്റെ മുഖത്ത് വന്ന മാറ്റം കണ്ട് നീരവ് പേടിച്ചു. ആര്യൻ ചെന്ന് പെടുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവൻ എങ്ങനെ കരകയറുമെന്നാലോചിച്ച് നീരവ് വേവലാതിപ്പെട്ടു. എങ്കിലും ആര്യന്റെ രക്തം രജപുത്ര ഫാമിലിയുടെ ആയതുകൊണ്ട് തന്നെ അവന്റെ ഉള്ളിൽ നല്ല ധൈര്യവും ബോൾഡ്നെസ്സും എല്ലാം ജന്മനാ ഉണ്ടാവുമെന്ന് നീരവൻ അറിയാമായിരുന്നു. എങ്കിലും ഇപ്പോഴാണ് അതെല്ലാം പുറത്തു വരുന്നത്. ആര്യൻ എപ്പോഴും കാര്യമായ ആലോചനയിലായിരുന്നു. മറുവശത്ത് രാഹുലും അർജുനും ബാറിൽ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. അവരുടെ സംസാര വിഷയം ആര്യനായിരുന്നു. രാഹുൽ അർജുന്റെ ഉള്ളിൽ വീണ്ടും വാശി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ദരിദ്രവാസി ആര്യന്റെ കയ്യിൽ ഒറ്റ രാത്രി കൊണ്ട് പെട്ടെന്ന് എങ്ങനെയാണ് ഇത്ര പണം കിട്ടിയത്? അവൻ നിന്നെ ഓരോ തവണയും വെല്ലുവിളിക്കുന്നത് നീ കണ്ടില്ലേ? നീ ഈ കോളേജിന്റെ മാത്രമല്ല, ബിസിനസ് ലോകത്തെ തന്നെ രാജാവാണെന്ന് അവൻ അറിയില്ല. നിന്റെ മുന്നിൽ അവനൊക്കെ വെറും പുഴു മാത്രം. രാഹുലിന്റെ വാക്കുകൾ അർജുന്റെ ഉള്ളിൽ വാശി കൂട്ടി. ഞാനവനെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? ഓരോ തവണയും അവൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും അധികകാലം തുടരില്ല. അർജുൻ അതിൽ വീഴുന്നുണ്ടെന്ന് തോന്നിയതും രാഹുൽ പറഞ്ഞു, അത് ശരിയാണ്. പക്ഷേ നീ ഒരിക്കൽ അവനെ കൊടുക്കാൻ വേണ്ടി അവന്റെ ഫ്രണ്ട് നീരവനെ തട്ടിക്കൊണ്ട് പോയപ്പോൾ അവൻ നിന്റെ ആളുകളുടെ കാല് തല്ലിയൊടിച്ചു എന്നൊക്കെ കേട്ടല്ലോ. അത് കേട്ട് അർജുന് ദേഷ്യം വന്നു. രാഹുൽ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു എന്നാണ് അവൻ ആലോചിച്ചത്. പിന്നെ തോന്നി ഇതെല്ലാം ചോരാൻ ഒരു താമസം ഉണ്ടാവില്ലല്ലോ. വേഗം തന്നെ വിഷയം മാറ്റാൻ വേണ്ടി അർജുൻ പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസമായി മറ്റൊരു തിരക്കിലാണ്. ഞങ്ങളുടെ കമ്പനി ഒരു വലിയ ഫാഷൻ ഇവന്റിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ അതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റൊന്നിനും ഇപ്പോൾ എനിക്ക് സമയമില്ല. പക്ഷേ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഞാൻ ആ ആര്യനെ എന്ത് ചെയ്യുമെന്ന് നീ കണ്ടോ? അതുവരെ അവനിങ്ങനെ പാറിപ്പറന്ന് നടക്കട്ടെ. അപ്പോഴാണ് അർജുന്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ കോൾ എടുത്തതും അപ്പുറത്തുള്ളയാൾ വിജേന്ദ്രന്റെ കാലും കൈയും തല്ലിയൊടിച്ച കാര്യം പറഞ്ഞു. അതിനെല്ലാം കാരണക്കാരൻ ആര്യനാണെന്ന് കൂടെ കേട്ടപ്പോൾ അർജുന്റെ ദേഷ്യം തിളച്ചു മറിഞ്ഞു. അവൻ ദേഷ്യത്തോടെ അലറി, ആ മണ്ടന്മാരെ, എന്നിട്ട് നിങ്ങൾ അവനെ വെറുതെ വിട്ടോ? അർജുൻ ദേഷ്യത്തോടെ ഫോൺ വലിച്ചെറിഞ്ഞു. എന്നിട്ട് വിറളി പിടിച്ച മൃഗത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇതെല്ലാം കണ്ട രാഹുൽ ചോദിച്ചു, എന്തുപറ്റി അർജുൻ? അർജുൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, ആ ആര്യനെ കൊന്നു തള്ളി പട്ടിക്കിട്ട് കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് അർജുൻ എന്നല്ല. നീ കാത്തിരുന്ന് കണ്ടോ? ഞാൻ അവനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി തുണ്ടം തുണ്ടമാക്കും. അവന്റെ കൂടെയുള്ള നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് വന്നാൽ പോലും അവനെ രക്ഷിക്കാനാവില്ല. ആര്യൻ അർജുന്റെ ആരെയോ വീണ്ടും ആക്രമിച്ചിട്ടുണ്ടെന്ന് അവന്റെ സംസാരത്തിൽ നിന്നും രാഹുലിന് മനസ്സിലായി. അപ്പോൾ എരിതീയിൽ എണ്ണ ഒഴുക്കാൻ വേണ്ടി രാഹുൽ പറഞ്ഞു, പിന്നെ ഈ പറഞ്ഞ ഫാഷൻ ഷോയിൽ ആര്യന്റെ കൂടെ ഇപ്പൊ കാണാറുള്ള ആ പെണ്ണും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ആര്യനാണ് അവൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത്. അത് കേട്ട അർജുൻ അത്ഭുതപ്പെട്ടു. പിന്നെ കുറച്ചു സമയം ഒന്നാലോചിച്ച് നിന്നതിന് ശേഷം അവൻ പറഞ്ഞു, എന്തായാലും നീ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെ ഉപകാരമുള്ളതാണ്. ജാൻവി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് എനിക്കൊരു പുതിയ അറിവാണ്. ഇനിയാണ് യഥാർത്ഥ ഗെയിം ആരംഭിക്കുന്നത്. രാഹുൽ ചിരിച്ചു. ആര്യനോട് നേരിട്ട് മുട്ടാൻ പറ്റാത്തത് കൊണ്ട് അവൻ അർജുനെ ഒരു ആയുധമാക്കി ആര്യനോട് മുട്ടാൻ നോക്കുകയാണ്. അവൻ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. ജാൻവിയുടെ പേരിൽ അർജുനും ആര്യനും തമ്മിൽ അടി നടന്നപ്പോൾ അവളെക്കുറിച്ച് അവൻ എല്ലാം അന്വേഷിച്ചു വെച്ചിരുന്നു. അവൾ ഏതോ ഒരു ഫാഷൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടെന്നും ഈയിടെയായി അവൾക്ക് ഒരുപാട് പണം എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ടെന്നുമാണ് അവൻ അറിഞ്ഞത്. അവൾ അവളുടെ ഷോപ്പ് നന്നാക്കാനാണ് ആ പണം ഉപയോഗിച്ചത്. ഇതെല്ലാം ആര്യന്റെ സപ്പോർട്ട് കൊണ്ടാണെന്ന് അറിഞ്ഞിട്ടാണ് രാഹുൽ ഇങ്ങനെയെല്ലാം പറഞ്ഞത്. അതേസമയം ആര്യനും നീരവും അപ്പോഴും വരാൻ പോകുന്ന അപകടത്തെ എങ്ങനെ നേരിടാം എന്ന ചർച്ചയിലായിരുന്നു. അപ്പോഴാണ് ആര്യൻ സമയം ശ്രദ്ധിച്ചത്. നീരവ്, ഞാൻ ജാൻവിയോട് വൈകിട്ട് അവളുടെ ഡിസൈനർ ഷോപ്പിൽ ചെല്ലാമെന്ന് വാക്കു കൊടുത്തിരുന്നു. അവൾ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ കാണിച്ചു തരാനാണെന്നാണ് പറഞ്ഞത്. അത് കേട്ട നീരവ് ചിരിയോടെ പറഞ്ഞു, ശരി ശരി, പോയിട്ട് വാ. പക്ഷെ സൂക്ഷിക്കണം, ശത്രുക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്ന കാര്യം മറക്കരുത്. ആര്യൻ വേഗം കാറിൽ കയറി ജാൻവിയുടെ ഡിസൈനർ ഷോപ്പിലെത്തി. അവൾ അപ്പോൾ അവിടെ അവനെയും കാത്തിരിക്കുകയായിരുന്നു. അവൻ വന്നതും അവൾ താൻ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ ഓരോന്നായി കാണിക്കാൻ തുടങ്ങി. ഓരോന്നും എന്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തതാണെന്നും അതിനുപയോഗിച്ച തുണിത്തരങ്ങൾ ഏതെല്ലാമാണെന്നും അവൾ വിശദീകരിച്ചു കൊണ്ടിരുന്നു. കൊച്ചു കുട്ടികളെ പോലെ അവൾ ഓരോന്നും വിവരിക്കുന്നത് അവൻ നോക്കി നിന്നു. ആര്യൻ എല്ലാത്തിനും വെറുതെ തല കുലുക്കിക്കൊണ്ടിരുന്നു. സത്യത്തിൽ അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒരിക്കൽ ആര്യൻ ജാൻവിയുടെ ഡ്രസ് സെൻസിനെ കുറിച്ച് പ്രശംസിച്ച് സംസാരിച്ചപ്പോൾ
ജാൻവി വിചാരിച്ചത് അവൻ ഇതിനെക്കുറിച്ചെല്ലാം നന്നായിട്ട് അറിയാമെന്നാണ്. അതുകൊണ്ടാണ് അവൾ ഓരോ കാര്യങ്ങളും അവനോട് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞ ആര്യൻ അവളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി പറഞ്ഞു, നിന്റെ ഡിസൈനുകളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ജാൻവി അത് കേട്ട് ചിരിച്ചെങ്കിലും അവളുടെ മുഖത്ത് എന്തോ ഒരു സങ്കടം അവൻ ശ്രദ്ധിച്ചു. ഇത് കണ്ട് ആര്യൻ ചോദിച്ചു, എന്താ നിനക്കൊരു വിഷമം പോലെ? അപ്പോൾ ജാൻവി പറഞ്ഞു, എന്റെ ഡിസൈനുകളെല്ലാം മനോഹരമായിട്ടുണ്ടെന്ന് നീ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എങ്കിലും ഇപ്പോഴും എനിക്കെന്റെ വർക്കുകളിൽ പൂർണ്ണ ആത്മവിശ്വാസമായിട്ടില്ല. ഞാൻ കൂടുതലും നമ്മുടെ പരമ്പരാഗത റോയൽ ലുക്കുകളിലാണ് പരീക്ഷണം നടത്തിയത്. പക്ഷേ ഫാഷൻ കോമ്പറ്റീഷനിലെ ജഡ്ജസ് എല്ലാം ഇന്റർനാഷണൽ ലെവലിലുള്ളവരാണ്. അവരെ സംബന്ധിച്ച് ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. എന്റേതിലാണെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ ഡിസൈനുകൾ ഇല്ലാതാനും. അന്നെന്റെ ലൈവിൽ നീ തന്ന ആ പണം ഉപയോഗിച്ചാണ് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പട്ടണത്തിൽ ഇങ്ങനെയൊരു ഡിസൈനർ ഷോപ്പിടാൻ എനിക്കൊരിക്കലും സാധിക്കില്ലായിരുന്നു. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ജാൻവിയെ അവളുടെ ഷോയ്ക്ക് മോഡൽസിനെ കൊടുക്കുന്ന ഏജൻസി വിളിച്ചു. അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ കാരണം മോഡൽസിനെ തരാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. ജാൻവി ദേഷ്യത്തോടെ അവരോട് തർക്കിച്ചു, ഈ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ എനിക്ക് 2 മോഡലുകളെ തരാം എന്നാണ് ഏറ്റിരുന്നത്, ഒരു മെയിൽ ഒരു ഫീമെയിൽ. അതെ, ഞങ്ങൾ അങ്ങനെ വാക്കാൽ പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങളുടെ കോൺട്രാക്ട് ഞങ്ങൾ പേപ്പറിൽ ആക്കിയിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളോട് ഒന്നും പറയാൻ സാധിക്കില്ല. അവരുടെ മറുപടി കേട്ട ജാൻവി ദേഷ്യത്തോടെ പറഞ്ഞു, പേപ്പറിൽ ആക്കിയിട്ടില്ലെന്നോ? നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് എന്നൊരു സാധനം ഇല്ലേ? നിങ്ങൾ മോഡൽസിനെ തരാമെന്ന് സമ്മതിച്ചത് കൊണ്ടല്ലേ ഞാൻ എല്ലാം മുമ്പോട്ട് നീക്കിയത്. ഇപ്പൊ ഈ അവസാന സമയം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അവരവളോട് മാപ്പ് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ജാൻവി ദേഷ്യത്തോടെ ആര്യനോട് പറഞ്ഞു, നോക്ക്, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു എത്തിക്സും ഇല്ലാത്ത ഏജൻസികൾ. ഇപ്പോഴാണ് അവർ മോഡൽസിനെ തരില്ലെന്ന് വിളിച്ചു പറയുന്നത്. അതും പറഞ്ഞ് ജാൻവി ഫോൺ എടുത്ത് അവളുടെ കോണ്ടാക്റ്റിലുള്ള 3-4 ഏജൻസികളെ കൂടെ വിളിച്ചു നോക്കി. പക്ഷെ ആരും അവൾക്ക് മോഡൽസിനെ നൽകാൻ തയ്യാറായില്ല. എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു. എല്ലാവരും ഒരുപോലെ നിരസിച്ചത് കണ്ട് ജാൻവിക്ക് അത്ഭുതം തോന്നി. പക്ഷേ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ആര്യന് വ്യക്തമായി മനസ്സിലായിരുന്നു. താനാണ് ജാൻവിയെ സഹായിക്കുന്നത് എന്നറിഞ്ഞ രാഹുലോ അർജുനോ ആണ് ഇതിനെല്ലാം പിന്നിലെന്ന് അവന് മനസ്സിലായി. ജാൻവിയുടെ സങ്കടം കണ്ട ആര്യൻ അവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ നിന്റെ ഡിസൈനുകളിൽ മാത്രം ഫോക്കസ് ചെയ്യും. ബാക്കിയെല്ലാം വഴിയെ നടന്നോളും. അല്ലെങ്കിലും നീ എന്തിനാണ് ഇതിനു വേണ്ടി മറ്റൊരു മോഡലിനെ തിരയുന്നത്? നിന്റെ വസ്ത്രങ്ങൾ നീ തന്നെ ധരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഒന്നുകൂടെ നിനക്ക് അതിൽ ശ്രദ്ധിക്കാനും പറ്റും. അതൊക്കെ ശരിയാണ്, പക്ഷേ എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അതാണ് ഞാൻ ആ വഴിക്ക് ആലോചിക്കാത്തത്. ജാൻവി നിരാശയോടെ പറഞ്ഞപ്പോൾ ആര്യൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനില്ലേ എന്തിനും നിന്റെ കൂടെ. നീ തൽക്കാലം മറ്റ് മോഡൽസിന്റെ കാര്യമൊക്കെ വിട്ടേക്ക്. നീ തന്നെ മതി മോഡലായിട്ട്. ബാക്കി ബാക്ക് സ്റ്റേജ് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഞാൻ മാനേജ് ചെയ്തോളാം. നിനക്കതിൽ തീർച്ചയായും വിജയിക്കാനാവും. അത് കേട്ട ജാൻവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആണോ? അപ്പൊ പിന്നെ ആണുങ്ങളുടെ ഡ്രസ്സും ഞാൻ തന്നെ ധരിച്ചാൽ മതിയാവും അല്ലേ? അവൾ പിന്നെയും പൊട്ടിച്ചിരിച്ചു. പെട്ടെന്നാണ് അവൾക്കൊരു ഐഡിയ തോന്നിയത്. അവൾ എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് ഓർഡർ ചെയ്യാം, ബാക്കിയെല്ലാം സെറ്റ്. ജാൻവി പറഞ്ഞത് കേട്ട ആര്യൻ വേഗം പറഞ്ഞു, അയ്യോ വെറുതെ തന്നെ കുഴക്കല്ലേ, ഞാൻ പെട്ടുപോകും. എനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു മുൻപരിചയവും ഇല്ലാത്തതാണ്. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. അതുവരെ വിഷമിച്ചു നിന്ന ജാൻവി വേഗം ഉഷാറായി. അത് കണ്ട ആര്യന് പിന്നെ മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. എന്നാൽ ആര്യനും ജാൻവിയും സംസാരിക്കുന്നതെല്ലാം ഡോറിന്റെ ഇടയിലൂടെ ഒരാൾ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അവർ ഇതൊന്നും അറിഞ്ഞില്ല. ആരായിരിക്കും അത്? എന്താവും അയാളുടെ ഉദ്ദേശം? അധ്യായം 24. ജാൻവിയുടെ ഫാഷൻ ഷോ കോമ്പറ്റീഷന് വേണ്ടി മോഡൽസിനെ കൊടുക്കാൻ ഏജൻസികളാരും തയ്യാറല്ലാത്തതുകൊണ്ട് അവൾ സ്വയം മോഡലാവാൻ തയ്യാറായി. മെയിൽ മോഡലായി അവൾ ആര്യനെ പറഞ്ഞെങ്കിലും അവനത് ചെയ്യാൻ കഴിയുമെന്ന് അപ്പോഴും അത്ര ഉറപ്പുണ്ടായിരുന്നില്ല. ആര്യൻ ചോദിച്ചു, നീ കാര്യമായിട്ടാണോ പറയുന്നത്? ഞാൻ എങ്ങനെയാണ് മോഡലിംഗ് ചെയ്യുക? എനിക്കിതൊക്കെ സിനിമയിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ എനിക്കിതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല. ആ റാമ്പിലൂടെ നടക്കുമ്പോൾ എല്ലാവരും എന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന ഞാൻ വേഗം നെർവസ് ആവും. എന്നെ കൊണ്ട് പറ്റില്ല. ഇത് കേട്ട ജാൻവി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹോ,
ഇതൊന്നും ഇത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ പഠിപ്പിച്ചു തരാം. അപ്പോൾ പിന്നെ എല്ലാം ഓക്കെ ആവും. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ആദ്യം നമുക്കൊന്ന് അളവെടുക്കാം. നീ ഒന്ന് നേരെ നിൽക്ക്. നമുക്കധികം സമയമില്ല. ഡ്രസ്സൊക്കെ ഞാനൊന്ന് സൈസാക്കട്ടെ. ജാൻവി വേഗം ഒരളവെടുക്കുന്ന ടേപ്പ് എടുത്ത് ആര്യന്റെ അടുത്തേക്ക് അളവെടുക്കാൻ വേണ്ടി നീങ്ങി നിന്നു. ആദ്യം അവന്റെ നെഞ്ചിന്റെ അളവാണ് എടുത്തത്. അവനോടങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് അവൻ അറിഞ്ഞു. അപ്പോൾ ആര്യന് അവളെ ഒന്നുകൂടെ കളിപ്പിക്കണം എന്ന് തോന്നി. അവൻ ജാൻവിയോട് പറഞ്ഞു, നീ എന്താ നിന്ന് വിറയ്ക്കുന്നത്? മര്യാദയ്ക്ക് നിന്ന് അളവെടുക്ക്, അല്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോവുണ്ടോ? പിന്നെ റാമ്പിൽ നീ ഒരു രാജകുമാരിയെ പോലെ നടക്കുമ്പോൾ ഞാൻ ഒരുമാതിരി പൂവങ്കോടി മുളതി നടക്കുന്ന പോലെ നടക്കേണ്ടി വരും. ആര്യൻ പറഞ്ഞത് കേട്ട് ജാൻവി പൊട്ടിച്ചിരിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിന്റെ അളവ് ഞാൻ കണ്ണടച്ചെടുത്താൽ പോലും അത് കറക്റ്റ് ആയിരിക്കും. അക്കാര്യത്തിൽ നീ പേടിക്കണ്ട. അതും പറഞ്ഞ് ജാൻവി ആര്യന്റെ തോളിന്റെ അളവെടുക്കാൻ വേണ്ടി തിരിഞ്ഞു. എന്നാൽ പെട്ടെന്ന് നിലത്ത് വീണ് കിടന്നിരുന്ന നൂൽ കാലിൽ കുടുങ്ങി അവൾ നിലത്തേക്ക് വീഴാൻ പോയി. എന്നാൽ ആര്യൻ അവളെ അപ്പോൾ തന്നെ താങ്ങി നിർത്തി. അപ്പോൾ രണ്ടുപേരുടെയും ശരീരത്തിലൂടെ എന്തോ ഒന്ന് കടന്നു പോകുന്നത് പോലെ തോന്നി. അന്ന് നൈറ്റ് ക്ലബിൽ വെച്ച് ജാൻവി ആര്യന്റെ മടിയിൽ ഇരുന്നത് പോലെ ആയിരുന്നില്ല അത്. രണ്ടുപേരുടെയും ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ അവളുടെ ചുണ്ടിൽ കിസ് ചെയ്യണം എന്ന് തോന്നി. അവളും അവന്റെ നേർക്ക് പ്രണയത്തോടെ നോക്കി നിന്നു. പെട്ടെന്നവർ ഷോപ്പിന്റെ പുറത്തു നിന്നും ചില പിറുപിറുക്കലുകൾ കേട്ടു. ഒരു പെൺകുട്ടി അപ്പോഴും ഡോറിനിടയിലൂടെ അകത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. 3 പേർ അവളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അകത്തേക്ക് നോക്കുന്ന ആ കുട്ടി പറഞ്ഞു, നോക്ക്, ജാൻവി മാഡം അകത്ത് കാര്യമായ റൊമാൻസിലാണ്. ആണോ? നീ മാറിക്കേ, ഞാനും നോക്കട്ടെ. അടുത്തു നിന്ന കുട്ടി ആദ്യത്തെ ആളെ തട്ടി മാറ്റിക്കൊണ്ട് ആകാംക്ഷയോടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ ദൈവമേ, ഇത് കണ്ടിട്ട് ഏതോ ഫിലിം സീൻ ഷൂട്ട് ചെയ്യുന്ന പോലെയുണ്ട്. അപ്പോൾ മറ്റൊരു പെൺകുട്ടി അവരെ തട്ടി മാറ്റിക്കൊണ്ട് അകത്തേക്ക് നോക്കി പറഞ്ഞു, ഈ ആള് മേഡത്തിന്റെ കൂടെ കോളേജിൽ പഠിക്കുന്നതാണ്. ആദ്യം വലിയ പണമൊന്നുമില്ലാത്ത ഒരുത്തനായിരുന്നു. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് എവിടെ നിന്നോ കുറെ ക്യാഷ് കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെ മിണ്ടാതെ നിന്ന മറ്റൊരു കുട്ടി പറഞ്ഞു, ഇത് കണ്ടിട്ട് മേഡം അയാളെ വീഴ്ത്താൻ നോക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ക്യാഷൊക്കെ ഉള്ളതല്ലേ, ഉപകാരം ഉണ്ടാവുമെന്ന് മേഡത്തിന് തോന്നിക്കാണും. അത് കേട്ട മറ്റു 3 പേരും അവളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു, അത് നീയാണോ തീരുമാനിക്കേണ്ടത്? മേഡം അങ്ങനത്തെ ആളൊന്നുമല്ല. എന്നാൽ റൂമിനകത്ത് ആര്യനും ജാൻവിക്കും പുറത്താരോ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ആര്യൻ വേഗം ഡോറിനടുത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ അത് തുറന്നു. അപ്പോൾ അകത്തേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഡോറിനെ ചാരി നിന്ന ഒരു പെൺകുട്ടി റൂമിനകത്തേക്ക് വീണുപോയി. മറ്റു 3 പേരും പേടിയോടെ അവിടെ തന്നെ നിന്നു. ജാൻവി അവരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? അപ്പോൾ ഒരാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഡിസൈനിങ്ങിൽ ചില സംശയങ്ങൾ മാഡത്തിനോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളിപ്പോ എത്തിയിട്ടേ ഉള്ളൂ, ഞങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല. അവളുടെ സംസാരം കേട്ട ആര്യന് ചിരി വന്നു. ശേഷം ആര്യൻ ജാൻവിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. എന്നാൽ ആ പെൺകുട്ടികൾ ആര്യന്റെ പിന്നാലെ ചെന്നു. എന്നിട്ട് അവനെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു, മേഡത്തെ വെറുതെ പറ്റിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് മറന്നേക്ക്. എനിക്ക് നിങ്ങളെ നന്നായി അറിയാം. പെട്ടെന്ന് കുറെ പണം കയ്യിൽ വന്നതല്ലേ, അത് വെച്ച് ഞങ്ങളുടെ മേഡത്തിനെയും വിലക്കെടുക്കാം എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ കാരണം അവരുടെ കരിയർ കൂടി നശിക്കരുത്. മേഡം ഒരു പാവമാണ്. ഇത് കേട്ട ആര്യന് ആദ്യം ദേഷ്യം വന്നെങ്കിലും ജാൻവിയെ ഇത്ര നന്നായി ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നോർത്ത് അവന് സന്തോഷം തോന്നി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ മേഡത്തിന്റെ കരിയറൊന്നും ഞാൻ കാരണം നശിക്കില്ല. പക്ഷേ നിങ്ങളിനി ഇതുപോലെ ഒളിഞ്ഞു നോക്കാനൊന്നും വരരുത്. ഇത് ഞാനായതുകൊണ്ട് ക്ഷമിച്ചു. എല്ലാവരും ഇതുപോലെ ആവില്ല കേട്ടോ. ആര്യൻ ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞതെങ്കിലും അവന്റെ ശബ്ദത്തിലെ താക്കീത് അവർക്ക് കൃത്യമായി മനസ്സിലായി. ആര്യൻ വേഗം തന്നെ അവിടെ നിന്നും പോയി. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് പഴയ കോളേജ് പ്രിൻസിപ്പാളിന്റെ കോൾ വന്നത്. ആദ്യം അവന് അത്ഭുതപ്പെട്ടു നിന്നു. ശേഷം വേഗം കോൾ എടുത്തു. എന്നാൽ അവൻ അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അയാൾ സംസാരിച്ചു തുടങ്ങി. നീ ആ ജാൻവി എന്ന കുട്ടിയെ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടല്ലോ. അവളെ അതിൽ ജയിപ്പിച്ച് കളയാമെന്നുള്ള മോഹന വാഗ്ദാനം ഒന്നും കൊടുത്തേക്കണ്ട. ജയിക്കുന്നത് പോട്ടെ, അവൾക്ക് അതിൽ പങ്കെടുക്കാൻ പോലും സാധിക്കില്ല. പിന്നെ ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ നിനക്ക് ആയുസുള്ളൂ. ഈ മത്സരം തീർന്ന അതോടെ നീയും ഇല്ലാതാവും. അത് കേട്ട് ആര്യൻ പറഞ്ഞു, ഈ മത്സരത്തിൽ ജാൻവി എന്തായാലും പങ്കെടുക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യും.
അതും പറഞ്ഞ് ആര്യൻ ഫോൺ കട്ട് ചെയ്തു. ഇതിനെല്ലാം പിന്നിൽ അർജുനാണെന്ന് ആര്യന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ചില ബോഡി ഗാർഡ്സുകളെ അവിടെ നിർത്തിയിട്ടാണ് പോയത്. എല്ലാ തയ്യാറെടുപ്പുകളും സുരക്ഷാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കെ ഫാഷൻ ഇവന്റിന്റെ ദിനം എത്തിച്ചേർന്നു. ആര്യൻ വളരെ നേരത്തെ തന്നെ ജാൻവിയുടെ ഡിസൈനർ ഷോപ്പിൽ എത്തിയിരുന്നു. മത്സരത്തിന് ഒരുമിച്ച് പോകാമെന്ന് അവൻ ജാൻവിയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അവളുടെ സുരക്ഷയെക്കുറിച്ച് ആലോചിച്ചിട്ട് കൂടിയാണ് ആര്യൻ അങ്ങനെ പറഞ്ഞത്. ആര്യൻ ജാൻവിക്ക് കൊണ്ടുപോകേണ്ട എല്ലാ ബോക്സുകളും കാറിലേക്ക് കയറ്റി. ഒന്നിലും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ലെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ജാൻവി വളരെ ടെൻഷനിലായിരുന്നു. പലതും ആലോചിച്ച് രാത്രി അവൾക്ക് ഉറക്കം വന്നിരുന്നില്ല. രാവിലെ ആര്യനെ കണ്ടപ്പോൾ അവൾക്കൊരു ആശ്വാസം തോന്നി. അത് അവളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആര്യൻ പറഞ്ഞു, ആവശ്യമുള്ള എല്ലാ പ്രധാനപ്പെട്ട സാധനങ്ങളും എടുത്ത് കാറിൽ കയറ്റ്. അവിടെ എത്തിയാൽ ബാക്കിയെല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാം. ജാൻവി എല്ലാം നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് വേഗം എല്ലാം തീർത്തു. അരമണിക്കൂറിനുള്ളിൽ അവർ വേദിയിലേക്കെത്തി. വേദിയുടെ ഡെക്കറേഷനും ക്രമീകരണങ്ങളുമെല്ലാം ലോകോത്തര നിലവാരത്തിലായിരുന്നു. അതൊരു ആഡംബര 7 സ്റ്റാർ റിസോർട്ടായിരുന്നു. ലോകമെമ്പാടും നിന്നുള്ള പാർട്ടിസിപ്പൻസ്, ഇന്റർനാഷണൽ ഗസ്റ്റുകൾ, ജഡ്ജസ് എല്ലാവരെയും ഈ റിസോർട്ടിൽ താമസിപ്പിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. ഈ സമയത്ത് പുറത്തുനിന്നുള്ളവർക്ക് റിസോർട്ടിലേക്ക് പ്രവേശനം നിരോധിച്ചിരുന്നു. ആര്യനും ജാൻവിയും എത്തിയപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് അവരെ ഗേറ്റിൽ വെച്ച് തടഞ്ഞു. അയാൾക്ക് അവരെ കണ്ടപ്പോൾ വെറുതെ വന്നവരാണെന്നാണ് തോന്നിയത്. അയാൾ ആര്യനോട് പറഞ്ഞു, സർ, ഇവിടെ ഒരു വലിയ ഇവന്റ് നടക്കാൻ പോവുകയാണ്. പുറത്തുനിന്നുള്ളവരെ തൽക്കാലം ഈ റിസോർട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. നിങ്ങൾക്ക് അകത്ത് പോകാൻ പറ്റില്ല. ആര്യൻ പൊട്ടിച്ചിരിച്ചു. കാരണം 3 ദിവസം മുൻപേ ഈ റിസോർട്ട് മുഴുവനായി അവൻ വാങ്ങിയിരുന്നു. എന്നാൽ മറ്റാരും, നീരവും ജാൻവിയും പോലും അതറിഞ്ഞിട്ടില്ലായിരുന്നു. ആര്യൻ ചിരിക്കുന്നത് കണ്ട സെക്യൂരിറ്റി പറഞ്ഞു, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല സാർ. ദയവായി നിങ്ങളുടെ കാറും കൊണ്ട് പുറത്തേക്ക് പോകും. ഞങ്ങളുടെ പ്രധാനപ്പെട്ട അതിഥികൾ വരാനുള്ള സമയമായി. നിങ്ങൾക്ക് എന്തായാലും അകത്തേക്ക് പോകാൻ പറ്റില്ല. അത് പറയുമ്പോൾ അയാളുടെ ശബ്ദത്തിൽ ഒരൽപ്പം ദേഷ്യമുണ്ടായിരുന്നു. അതുകണ്ട ആര്യൻ പറഞ്ഞു, നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് നിനക്കറിയില്ല. അയാൾ പിന്നെയും അതേ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവന്റുകളിൽ ഈച്ചകൾ ചുറ്റി കറങ്ങുന്നത് പോലെ കറങ്ങുന്ന ഫാഷൻ ഫോട്ടോഗ്രാഫർമാർ. നിങ്ങളെപ്പോലുള്ളവരെ അകത്ത് കടത്തരുതെന്ന് ഞങ്ങൾക്ക് പ്രത്യേകം നിർദ്ദേശം തന്നിട്ടുണ്ട്. ഈ സമയം അകത്തു നിന്ന് മാനേജർ ഓടിയെത്തി. അകത്തെ CCTVയിൽ അയാൾ ആര്യനെ കണ്ടിരുന്നു. ദൂരെ നിന്നുകൊണ്ട് തന്നെ അയാൾ വിളിച്ചു പറഞ്ഞു, ക്ഷമിക്കണം സാർ, ഇവൻ പുതിയ ആളാണ്. അതാണ് നിങ്ങളെ അറിയാത്തത്. ഇന്നലെയാണ് വന്നത്. അയാൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാനേജർ അടുത്തെത്തിയപ്പോൾ തന്നെ ആ സെക്യൂരിറ്റിയുടെ തലയിൽ ഒന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞു, ആളറിയാതെ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. ഇദ്ദേഹം നമ്മുടെ റിസോർട്ടിന്റെ ഉടമയാണ്. അത് കേട്ട അയാൾ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു വലിയ റിസോർട്ടിന്റെ ഉടമ ഒരു ചെറുപ്പക്കാരനാകും എന്ന് ആ സെക്യൂരിറ്റി വിചാരിച്ചിരുന്നില്ല. അയാൾ കൈ കൂപ്പി ആര്യനോട് പറഞ്ഞു, ക്ഷമിക്കണം സാർ, പ്ലീസ്, ഒരു തെറ്റ് പറ്റിയതാണ്. എനിക്കറിയില്ലായിരുന്നു. ഞാനിവിടെ പുതിയതാണ്. മാനേജരും ആര്യനോട് പറഞ്ഞു, ക്ഷമിക്കണം സാർ, നിങ്ങൾ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഗേറ്റിൽ തന്നെ നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ കാത്തു നിൽക്കുമായിരുന്നല്ലോ. ഞാൻ ഇയാളെ ഉടനെ ജോലിയിൽ നിന്ന് പുറത്താക്കാം. അത് കേട്ടതും ആ സെക്യൂരിറ്റി കൈകൂപ്പിക്കൊണ്ട് ആര്യനോട് പറഞ്ഞു, പ്ലീസ് സാർ, എന്നെ പുറത്താക്കരുത്. വളരെ ബുദ്ധിമുട്ടിയാണ് എനിക്ക് ജോലി കിട്ടിയത് തന്നെ. അറിയാതെ പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. ആര്യൻ പണത്തിന്റെ വില നന്നായി മനസ്സിലാക്കിയവനായിരുന്നു. അവൻ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കുന്നത് എത്ര പ്രയാസമാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ അയാളോട് പറഞ്ഞു, ശരി, ഞാൻ നിന്നെ പുറത്താക്കുന്നില്ല. പക്ഷേ ഇനി മുതൽ ആളുകളോട് ഒരു മയത്തിൽ സംസാരിക്കാൻ പഠിക്കണം. അതിന്റെ ശേഷം ആര്യൻ മാനേജരോട് പറഞ്ഞു, ഞാനും എൻ്റെ സുഹൃത്തും ഈ ഇവന്റിൽ പങ്കെടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആരാണെന്ന വിവരം തൽക്കാലം ആരോടും പറയണ്ട. ഞങ്ങൾക്കായി പ്രത്യേക അറേഞ്ച്മെന്റ്സ് ഒന്നും ചെയ്യേണ്ടതില്ല. അത് കേട്ട അയാൾ 2 അടി പിന്നോട്ട് നടന്ന് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം സാറ് പറയുന്നത് പോലെ ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആര്യൻ ഒന്ന് മൂളിക്കൊണ്ട് ജാൻവിയുടെ കൂടെ മുന്നോട്ട് നടന്നു. അവർ റിസോർട്ടിന്റെ അകത്തേക്ക് കയറിയപ്പോൾ അർജുൻ നടന്നു വരുന്നത് കണ്ടു. ജാൻവിയെയും ആര്യനെയും കണ്ടപ്പോഴേ അവൻ പറഞ്ഞു, വാ വാ, ഇത്രയ്ക്കായിട്ടും നീ ഇതിൽ പങ്കെടുക്കാൻ വന്നല്ലോ. നീ എന്താ വിചാരിച്ചത്? എല്ലാം കൂടി നിനക്കങ്ങ് കൊണ്ടുപോവാമെന്നോ? ആദ്യം ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ നോക്ക്. ഭിക്ഷക്കാരിയൊന്നും പങ്കെടുപ്പിക്കുന്നില്ല എന്നാണ് കേട്ടത്. ആര്യൻ ഇപ്പോൾ ഇത്തരം വില കുറഞ്ഞ ഡയലോഗുകൾ ശീലമായിട്ടുണ്ടായിരുന്നു. ആര്യൻ പറഞ്ഞു, മത്സരം നടക്കട്ടെ മോനെ,
എന്നിട്ട് നോക്കാം ആരാണ് ഭിക്ഷക്കാരൻ, ആരാണ് രാജാവ് എന്നൊക്കെ. അപ്പോൾ അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല മോളെ ജാൻവി, എല്ലാ മോഡലിംഗ് ഏജൻസികളും നിനക്ക് മോഡലുകൾ തരാൻ തയ്യാറായില്ല എന്നാണല്ലോ കേട്ടത്. അപ്പൊ പിന്നെ നീ ആ ബോക്സുകളിൽ നിറച്ചുകൊണ്ടുവന്ന വസ്ത്രങ്ങളെല്ലാം നീ തന്നെ ധരിച്ച് പ്രദർശിപ്പിക്കാൻ പോവുകയാണോ? നിനക്കറിയോ, എന്റെ കൈവശം ലോകത്തിലെ മുൻനിര മോഡലുകളുണ്ട്. അവരെയൊക്കെ നീ ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിക്കൂ? നിങ്ങൾ രണ്ടാളുടെയും ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഒരു പെൺകുട്ടി വന്നു. എന്നിട്ട് അവളുടെ കൈ അർജുന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു, അർജുൻ ഡാർലിംഗ്, എന്റെ ഡ്രസ്സിന്റെ സിപ്പ് ഒന്ന് ശരിയാക്കാൻ സഹായിക്കൂ. ആ പെൺകുട്ടി വളരെ മോഡേൺ ആയ ഒരു വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ജാൻവി അവളെ വേഗം തന്നെ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി ബെസ്റ്റ് മോഡലായി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളെയായിരുന്നു. അവളെ കണ്ടപ്പോൾ ജാൻവിക്ക് കൂടുതൽ ടെൻഷനായി. ചെറിയ റാം ഷോകൾ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഇത്രയും വലിയൊരു ഇവന്റിൽ അവൾ ഒരിക്കലും പങ്കെടുത്തിട്ടില്ല. ജാൻവിയുടെ മുഖം മാറുന്നത് കണ്ട ആര്യൻ അവളുടെ കൈ പിടിച്ചു. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാനില്ലേ നിന്റെ കൂടെ. നീ തന്നെയാണ് ഈ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആര്യൻ ഇത് പറഞ്ഞതും അർജുനും അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയും പൊട്ടിച്ചിരിച്ചു. ജാൻവിയെ ഒന്നുകൂടി അടിമുടി നോക്കിക്കൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, അർജുൻ, ഈ ചേച്ചി മോഡലിംഗ് ചെയ്യാനാണോ വന്നിരിക്കുന്നത്? അത് കേട്ട അർജുൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവള് വളരെ കഴിവുള്ള ആളാണ്. ഇവള് തന്നെയാണ് ഇവൾ ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങളുടെ മോഡൽ. അപ്പോൾ ലോബിയിലുണ്ടായിരുന്ന എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ജാൻവിക്കുള്ള കോൺഫിഡൻസ് കൂടെ നഷ്ടപ്പെടുന്ന പോലെ തോന്നി. ഇനി താൻ മത്സരത്തിൽ പങ്കെടുത്തിട്ടും കാര്യമില്ല എന്ന് വരെ അവൾക്ക് തോന്നി. ജാൻവി തിരിച്ചു പോകുമോ? അല്ലെങ്കിൽ ആര്യന്റെ ബലത്തിൽ അവൾ മത്സരത്തിൽ വിജയിക്കുമോ? 25 ആര്യനും ജാൻവിയും പങ്കെടുക്കാൻ പോകുന്ന ഫാഷൻ ഇവന്റ് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ പേരുകേട്ട ഒന്നാണ്. ജാൻവി ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഇവന്റിൽ പങ്കെടുക്കുന്നത്. അവൾക്ക് ഇതുപോലുള്ള ഇവന്റുകളിൽ പങ്കെടുക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു. പക്ഷേ അവളുടെ അമ്മ അവരുടെ നല്ല പ്രായത്തിൽ അറിയപ്പെടുന്ന ഡിസൈനറും മോഡലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജാൻവിക്ക് കഴിവുകൾ ബ്ലഡിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും അവൾക്കും അവളുടെ ഫ്രണ്ട്സിനും വേണ്ട വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാറുണ്ട് എന്നല്ലാതെ അവൾ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഈ മത്സരത്തിന്റെ പരസ്യം കണ്ടപ്പോൾ വെറുതെ അയച്ചു നോക്കാമെന്ന് വിചാരിച്ച് അവളുടെ ചില ഡിസൈൻസ് അയച്ചതാണ്. പക്ഷേ അവളുടെ ഡിസൈൻ അവർക്ക് ഇഷ്ടമായി അവളെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ് മെയിൽ വന്നതും അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇത്രയും വലിയൊരു ഇവന്റിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നാലോചിച്ചപ്പോൾ അവൾക്ക് ഒരേ സമയം സന്തോഷവും ടെൻഷനും തോന്നി. ഈ മത്സരത്തിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട് ചിലപ്പോൾ അവൾക്ക് അവളുടെ അമ്മയെ ചികിത്സിക്കാൻ പറ്റും എന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഇപ്പോൾ ഇവിടെ വന്ന് ഇതുപോലുള്ള വലിയ പ്രൊഫഷണലുകളുടെ ഇടയിൽ നിന്നപ്പോൾ ജാൻവിക്കെന്തോ അപകർഷതാ ബോധം തോന്നി. അവൾ തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അർജുന് ഹരം കൂടി. അവൻ പിന്നെയും സംസാരം തുടർന്നു. ജാൻവി, നീ ഇവനെ കണ്ടാണ് ഇറങ്ങിയതെങ്കിൽ അതൊരു മണ്ടത്തരമായി പോയല്ലോ മോളെ. ഞാൻ ഇപ്പോഴും പറയാണ്, നീ എന്റെ കൂടെ പോര്. എങ്കിൽ ഡിസ്ക്വാളിഫൈ ആവില്ല എന്നെങ്കിലും ഉറപ്പ് തരാം. അത് കേട്ടതും ആര്യൻ അപ്പോൾ തന്നെ അവനോട് പറഞ്ഞു, നീ അവൾക്കൊരു ഡീൽ ഓഫർ ചെയ്തതാണോ, അതോ അവൾ എന്റെ കൂടെ നിന്നാൽ നിനക്ക് ജയിക്കാൻ പറ്റില്ലെന്ന പേടിയാണോ? അർജുൻ ദേഷ്യത്തോടെ അലറി. 2 ആൾക്കാരെ ഇടിച്ചിട്ടപ്പോഴേക്കും നീ വലിയ ആളായിപ്പോയെന്നൊരു തോന്നലുണ്ട് നിനക്ക്. അതങ്ങ് മാറ്റി വെച്ചേക്ക്. ഈ മത്സരം കഴിയുമ്പോഴേക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. നിന്റെ ശവം ഞാൻ ചെന്നായ്ക്കൾ കിട്ടുകൊടുക്കും. ആര്യൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്. പക്ഷേ അതുപോലെ ഞാനാണ് നിന്നെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ചെന്നായ്ക്കൾക്ക് കൊടുക്കാൻ പോലും നിന്റെ ശരീരത്തിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല. അർജുൻ ദേഷ്യം കൊണ്ട് കൈ ഞെരിച്ചുകൊണ്ട് ആര്യന്റെ അടുത്തേക്ക് ചെന്നെങ്കിലും അടുത്ത നിമിഷം അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നിന്നു. ഈ ഇവന്റിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അർജുന്റെ കമ്പനിയുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റും ഇതിൽ കിടന്ന് കളിക്കുകയാണ്. അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവാൻ തുടങ്ങിയപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവന്റെ പിന്നാലെ ചെന്നുകൊണ്ട് അവനോടായി പറഞ്ഞു, നീ എന്താണ് ഒന്നും മിണ്ടാതെ പോകുന്നത്? ഇവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നെക്കുറിച്ച് പറഞ്ഞത് നീ കേട്ടില്ലേ? അവൾ അർജുനെ വെറുതെ പ്രകോപിപ്പിക്കാൻ നോക്കിയതായിരുന്നു. എന്നാൽ അർജുൻ മെല്ലെ പറഞ്ഞു, ആദ്യം ഈ ഇവന്റ് ഒന്ന് തീർന്നോട്ടെ, എന്നിട്ട് നീ നോക്കിക്കോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അത് കേട്ട് ആ പെൺകുട്ടി പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തതിന് ഇവൻ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്?
അപ്പോൾ ആ പെൺകുട്ടി അർജുന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. അത് കേട്ട് അവനൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ. പക്ഷേ ഈ പരിപാടിക്ക് ഒരു തരത്തിലും തടസ്സമുണ്ടാക്കരുത്. ആ പെൺകുട്ടി അവന്റെ നേരെ ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതേസമയം ജാൻവി നല്ല ടെൻഷനിലായിരുന്നു. അർജുന്റെ കൂടെയുള്ള ആ പെൺകുട്ടി ടോപ്പ് മോഡലാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ മുട്ടി നിൽക്കാൻ തനിക്കാവുമോ എന്ന് ജാൻവി ഭയന്നു. അവിടെയുള്ള എല്ലാവരും ഒരുപാട് നാളത്തെ പരിചയമുള്ളവരും ഫാഷൻ വേൾഡിൽ പ്രശസ്തരുമായിരുന്നു. അവരോടൊന്നും താരതമ്യം ചെയ്യാൻ പോലും താനായിട്ടില്ല എന്നവൾക്ക് തോന്നി. ജാൻവി ആര്യനോടൊപ്പം ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. ഇവന്റ് തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ജാൻവി അപ്പോൾ ആത്മവിശ്വാസം എല്ലാം നഷ്ടപ്പെട്ട് തളർന്നിരിക്കുകയായിരുന്നു. ഇത് കണ്ട ആര്യൻ ചോദിച്ചു, നീ എന്താണ് ഈ ആലോചിക്കുന്നത്? ഈ സഞ്ചരിക്കുന്ന മേക്കപ്പ് ബോക്സിന്റെ സംസാരം കേട്ടാണോ നീ ഇങ്ങനെ ഡെസ്പായിരിക്കുന്നത്? ഇത് കേട്ട ജാൻവി വിഷമത്തോടെ പറഞ്ഞു, നിനക്കറിയാഞ്ഞിട്ടാണ് ആര്യൻ. ആ പെൺകുട്ടിയാണ് കഴിഞ്ഞ 2 തവണയും ഈ ഫാഷൻ ഇവന്റിന്റെ വിന്നർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മോഡലുകളിൽ ഒരാൾ. അതുകൊണ്ടെന്താ? ആര്യൻ പെട്ടെന്ന് തന്നെ ചോദിച്ചു. അവരൊക്കെ വളരെ പ്രൊഫഷണലുകളാണ് ആര്യൻ. അവരുടെ കൂടെ ഒരു വലിയ ടീം തന്നെ ഉണ്ടാവും. ജാൻവിയുടെ വാക്കുകൾ കേട്ട ആര്യൻ വീണ്ടും പറഞ്ഞു, ജാൻവി, ഞാനിപ്പോ ഒന്ന് മനസ്സ് വെച്ച ഒരു പ്രൊഫഷണൽ ടീമല്ല, ഒരു മുഴുവൻ ടീമും നിനക്ക് വേണ്ടി ഇവിടെ അണിനിരക്കും. നിന്റെ വസ്ത്രങ്ങൾക്ക് മോഡലുകളാവാൻ ഒരുപാട് പേര് കാത്തു നിൽക്കും. പക്ഷേ ഇപ്പൊ അതൊന്നുമല്ല വേണ്ടത്. നിന്റെ വസ്ത്രങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ നിനക്ക് തന്നെ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നീ നിന്റെ ഈ പരിപാടിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. ബാക്കിയെല്ലാം എനിക്ക് വിട്ടേക്ക്. ആര്യന് അവളിലുള്ള കോൺഫിഡൻസ് കണ്ട ജാൻവിക്ക് സന്തോഷം തോന്നി. അവൾ സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, യെസ്, ഞാനിത് ചെയ്തിരിക്കും. എന്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. ജാൻവി വേഗം എഴുന്നേറ്റ് മേക്കപ്പ് ബോക്സ് തുറന്ന് ആര്യനോട് പറഞ്ഞു, ആര്യൻ, നീ ഇവിടെ വന്നിരിക്കും. ഞാൻ ആദ്യം നിന്റെ മേക്കപ്പ് ചെയ്തു തരാം, എന്നിട്ട് എന്നെ ചെയ്യാം. അത് കേട്ട ആര്യൻ മടിയോടെ ചോദിച്ചു, മേക്കപ്പോ? അതെന്തിനാ? ഞാനും ചെയ്യണോ അതൊക്കെ? അതെ, സ്റ്റേജിൽ കയറണമെങ്കിൽ അതെല്ലാം ചെയ്യണം. ജാൻവി അവനെ നിർബന്ധിച്ചു. പക്ഷേ ഞാൻ ഇതുവരെ മേക്കപ്പ് ഇട്ടിട്ടില്ല. ഇത് കേട്ട ജാൻവി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ആര്യ, ഇത് ഞാൻ പൊട്ടു തൊടുന്നത് പോലെയോ ലിപ്സ്റ്റിക് ഇടുന്നത് പോലെയോ അല്ല. മുഖത്തുള്ള ഓയിലും വേർപ്പും എല്ലാം ഞാൻ ക്രീമും പൗഡറും ഇട്ടൊന്ന് മറയ്ക്കാം. അല്ലെങ്കിൽ സ്റ്റേജിലെ ലൈറ്റുകൾക്കും ക്യാമറകൾക്കും മുന്നിൽ മുഖമാകെ വിയർത്തു നിൽക്കും. എന്തൊരു പരീക്ഷണമാണിത്. അതും പറഞ്ഞ് ആര്യൻ ചെയറിലിരുന്നു. ജാൻവി മെല്ലെ മേക്കപ്പ് തുടങ്ങി. എന്നാൽ 1-2 മിനിറ്റ് കഴിഞ്ഞതും ഗ്രീൻ റൂമിന്റെ വാതിൽ ആരോ തുറന്നു. നേരത്തെ അർജുന്റെ കൂടെ കണ്ട ആ പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നു. അവളുടെ ബോഡി ഗാർഡ്സും ഹോട്ടലിലെ മാനേജരും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിൽ തുറന്നതും അവൾ ഉറക്കെ അലറി, അവരെ 2 പേരെയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. അവരെന്റെ വസ്ത്രം മോഷ്ടിച്ചു. അത് കേട്ട ആര്യനും ജാൻവിയും അന്നം വിട്ട് പരസ്പരം നോക്കി. ആര്യൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഇയാൾക്കെന്താ വട്ടായോ? ഞങ്ങൾ കട്ടെടുക്കുന്നത് നീ കണ്ടോ? എന്ത് പൊട്ടത്തരമാണ് നിങ്ങൾ പറയുന്നത്? എന്നാൽ ആ പെൺകുട്ടി പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു, സെക്യൂരിറ്റി നോക്ക്, ഇതാണ് എന്റെ സ്യൂട്ട് കേസ്. ഇവരിത് മോഷ്ടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. ആര്യനും ജാൻവിയും അവൾ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ മൂലയിലായി ഒരു നീല സ്യൂട്ട് കേസ് ഇരിക്കുന്നത് കണ്ടു. അവർ മുറിയിലേക്ക് കയറുന്നതിന് മുൻപേ അതവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരത് അത്ര ശ്രദ്ധിക്കാതിരുന്നത്. ഇതെല്ലാം വെൽ പ്ലാൻഡായി ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലായി. ആ പെൺകുട്ടി വീണ്ടും അലറി, നിങ്ങളൊക്കെ എന്താ നോക്കി നിൽക്കുന്നത്? പോയവരെ പിടിക്കേ. എന്നാൽ ഹോട്ടൽ സെക്യൂരിറ്റി ഗാർഡുകൾ മുമ്പോട്ട് നീങ്ങുകയോ ആ പെൺകുട്ടിയുടെ സെക്യൂരിറ്റികളെ അനങ്ങാൻ സമ്മതിക്കുകയോ ചെയ്തില്ല. ഇത് ആര്യന്റെ റൂമാണെന്ന് അവർക്ക് ആദ്യം അറിയില്ലായിരുന്നു. രാവിലത്തെ ആ സംഭവത്തിന് ശേഷം അവരുടെ മാനേജർ സെക്യൂരിറ്റികൾക്ക് എല്ലാവർക്കും ആര്യന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അവർക്ക് ആര്യനെ കണ്ടപ്പോൾ വേഗം മനസ്സിലായി. ആരും അനങ്ങാതിരിക്കുന്നത് കണ്ട ആ പെൺകുട്ടി വീണ്ടും പറഞ്ഞു, നിങ്ങളെന്താ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? പോയി പിടിക്കേ. നിങ്ങൾക്കെന്താ എന്നെ അനുസരിക്കാൻ വയ്യേ? ഇതെല്ലാം കേട്ട ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ സംസാരം കേട്ടാ നീയാണ് ഈ റിസോർട്ടിന് ഓണർ എന്ന് തോന്നുമല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി മുൻപോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, സോറി സാർ, ഈ മാഡം സാറിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് അറിയാതെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങളാണ് ഈ റിസോർട്ടിന്റെ ഓണർ എന്ന് മാനേജർ രാവിലെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെ റൂമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വരില്ലായിരുന്നു. അയാളത് പറഞ്ഞതും ആ പെൺകുട്ടി ഞെട്ടലോടെ നിന്നു. എന്നിട്ട് ചോദിച്ചു,
ഇയാൾ ഈ റിസോർട്ടിന്റെ ഓണറാണെന്നോ? അതെങ്ങനെ? നിങ്ങൾക്ക് ആള് മാറിയതാവും. അല്ല മാഡം, ഇദ്ദേഹമാണ് ഞങ്ങളുടെ ബോസ്. ഈ റിസോർട്ട് ഇദ്ദേഹത്തിന്റെയാണ്. ആ സെക്യൂരിറ്റിയുടെ മറുപടി കേട്ട പെൺകുട്ടിക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈ ക്ലാസ് റിസോർട്ടാണിത്. ഇവനെ പോലെ ഒരാളാണ് ഇതിന്റെ ഓണർ എന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവൾ പറഞ്ഞു, അതിനിപ്പോ എന്താ? ഓണർ ആണെങ്കിലും എന്റെ വസ്ത്രങ്ങൾ മോഷ്ടിച്ചില്ലേ? ഞാനെങ്ങാനും ജയിച്ചാലോ എന്ന് വിചാരിച്ചാണ് ഇവരിത് ചെയ്തത്. ഞാൻ ഈ റിസോർട്ടിലെ ഒരു ഗസ്റ്റാണ്. എന്റെ സാധനങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഇതിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ റിസോർട്ടിനെതിരെ കേസ് ഫയൽ ചെയ്യും. അപ്പോൾ തന്നെ 2-3 പേർ വേഗത്തിൽ അങ്ങോട്ടേക്ക് വന്നു. അതിൽ ഒരു ഹൈറ്റുള്ള ഒരുത്തൻ അവളോട് ചോദിച്ചു, ഇഷ, എന്തുപറ്റി? ഷോയിലെ നിന്റെ ഡിസൈനർ വസ്ത്രങ്ങളെല്ലാം ആരോ മോഷ്ടിച്ചെന്ന് കേട്ടല്ലോ. അയാളെ കണ്ടതും അവൾ കരയുന്ന സ്വരത്തിൽ പറഞ്ഞു, താങ്ക് യു മിസ്റ്റർ തോമസ്, നിങ്ങളെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നല്ലോ. ദാ ഇവരാണ് ചെയ്തത്. അവൾ വേഗം തന്നെ ആ സ്യൂട്ട് കേസിനടുത്തേക്ക് ചെന്ന് അത് തുറന്നു. എന്നിട്ട് വസ്ത്രങ്ങൾ ഓരോന്നായി പുറത്തേക്കിട്ടു. അപ്പോൾ തന്നെ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓ മൈ ഗോഡ്, എന്റെ ഡ്രസ്സുകൾ ഇവരെന്താണ് ചെയ്തതെന്ന് നോക്കൂ. കട്ടെടുത്തതും പോരാഞ്ഞ് എല്ലാം കീറി വെച്ചിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? മിസ്റ്റർ തോമസ്, നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവരെ 2 പേരെയും കോമ്പറ്റീഷനിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യണം. ആര്യൻ ഈ റിസോർട്ടിന്റെ ഓണർ ആണെങ്കിൽ പോലും തോമസ് എന്നയാൾ ഈ ഇവന്റിന്റെ ഒരു പ്രധാന ജഡ്ജാണെന്നത് അവളുടെ ധൈര്യം കൂട്ടി. അയാൾ തീർച്ചയായും അവളുടെ കൂടെ നിൽക്കുമെന്ന് അവൾ കരുതി. തോമസ് അപ്പോഴും ആര്യനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു. കുറച്ചുനേരം നോക്കിയതിനു ശേഷം അയാളുടെ മുഖഭാവം മാറി. അയാൾക്ക് ആര്യനെ ഓർമ്മ വന്നു. അത് മനസ്സിലായതും ആര്യൻ പറഞ്ഞു, മിസ്റ്റർ തോമസ്, ഈ റിസോർട്ട് മുഴുവൻ ക്യാമറയുണ്ട്. അതുകൊണ്ട് സത്യം തെളിയാൻ ഒട്ടും താമസം ഉണ്ടാവില്ല. ആരാണ് സ്യൂട്ട് കേസ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നതെന്ന് അതിൽ നോക്കിയാൽ അറിയാം. എല്ലാം ഇവളുടെ സ്വന്തം പ്ലാനാണ്. തോമസ് എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുൻപ് ഇഷ പറഞ്ഞു, സർ, ഇവൻ പറയുന്നതെല്ലാം ശുദ്ധ നുണയാണ്. ഇവൻ എന്റെ ഡ്രസ്സുകളെല്ലാം നശിപ്പിച്ചു. ഇനി ക്യാമറ എന്ത് തെളിയിച്ചിട്ടും എന്ത് കാര്യം? ക്യാമറയിലെ ഫൂട്ടേജ് ഒക്കെ ആർക്കും എങ്ങനെയും മാറ്റാലോ. സാർ ഇപ്പൊ തന്നെ ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്യൂ. അതുപോലെ എന്റെ ഡ്രസ്സെല്ലാം ഇവര് നശിപ്പിച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണനയും വേണം. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന തോമസ് ഇഷയോട് പറഞ്ഞു, മിസ് ഇഷ, തൽക്കാലം നിങ്ങളിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകം അവസാനിപ്പിച്ചേക്ക്. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് നിങ്ങളെ ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഈ ചീപ്പ് ട്രിക്കുകളെല്ലാം മാറ്റിവെച്ച് മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. താൻ കളിച്ച നാടകം പാളിപ്പോയെന്ന് ഇഷയ്ക്ക് മനസ്സിലായി. അവളുടെ മുഖം വിളറി വെളുത്തു. ശബ്ദം ഇടറാൻ തുടങ്ങി. പക്ഷേ സാർ, എല്ലാ തെളിവുകളും നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെന്താ നിങ്ങൾ ഇവന്റെ കൂടെ നിൽക്കുന്നത്? ഇത്തവണ തോമസ് തന്റെ ശബ്ദം കനപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് തൽക്കാലം ഞാൻ ആരാണെന്ന് ശരിക്കും അറിയില്ല. ഇനിയും ഈ കളി തുടർന്നാൽ ഞാൻ നിങ്ങളെ എന്തായാലും ഡിസ്ക്വാളിഫൈ ചെയ്യും. വേഗം തന്നെ ഈ റൂമിൽ നിന്ന് പുറത്തു പോയിക്കേ, വേഗം. ഇഷ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ പ്ലാനുകളെല്ലാം പാളിപ്പോയി. അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഇത് കണ്ട ആര്യൻ അവളുടെ പിറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, പോകുമ്പോ ഇതും കൂടെ കൊണ്ടുപോയിക്കോ. എന്നിട്ട് അവൻ ആ സ്യൂട്ട് കേസ് തട്ടി. ഇഷ അവളുടെ സെക്യൂരിറ്റികളെ നോക്കിയപ്പോൾ അവരിത് കയ്യിലെടുത്തു. അപ്പോൾ ആര്യൻ റിസോർട്ടിലെ സെക്യൂരിറ്റികളോട് പറഞ്ഞു, നിങ്ങളും തൽക്കാലം മുടന്നു പോയിക്കോളൂ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. അവര് പോയതും ആര്യൻ ഡോറടച്ചു. എന്നാൽ തോമസ് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ആര്യൻ തോമസിനോടായി പറഞ്ഞു, താങ്ക് യു മിസ്റ്റർ തോമസ്. അയാൾ അപ്പോൾ തന്നെ പറഞ്ഞു, നന്ദിയോ? എന്തിന്? വർഷങ്ങളായി നിങ്ങളുടെ കുടുംബമല്ലേ എന്നെ സപ്പോർട്ട് ചെയ്തത്. ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബം കാരണമാണ്. ഞാനിപ്പോ CEO ആയിട്ടുള്ള വസ്ത്രങ്ങളുടെ കമ്പനി പോലും നിങ്ങളുടെ അല്ലേ. നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞത് തന്നെ സന്തോഷം. ഇതെല്ലാം കണ്ടും കേട്ടുമിരുന്ന ജാൻവിയുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. തോമസ് പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി. അവൻ ഒരുപാട് കണക്ഷനുകൾ ഉണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാൽ തോമസ് വരെ അവന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ജാൻവി ഒന്ന് ഭയന്നു. ആര്യൻ ഇതുപോലെ ഒരു കമ്പനിയുടെ ഓണറാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. അപ്പോഴേക്കും ഇഷ അർജുന്റെ അടുത്ത് ചെന്ന് അവരുടെ പ്ലാൻ ഫെയിലായ കാര്യം പറഞ്ഞു. ഇവന്റിന്റെ പ്രധാന ജഡ്ജ് തോമസ് വരെ അവന്റെ ആളാണെന്ന് അവൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട് അർജുൻ അത്ഭുതം തോന്നി. ഇതൊന്നുമല്ലാതെ ആര്യൻ ആ റിസോർട്ടിന്റെ ഓണറാണെന്ന് കൂടി കേട്ടതോടെ അർജുൻ ശരിക്കും തളർന്നു. കുറച്ചു സമയം ചിന്തിച്ചു നിന്നതിന് ശേഷം അർജുൻ പറഞ്ഞു, എന്തായാലും നീ പേടിക്കണ്ട.
അവൻ ഈ റിസോർട്ടിന്റെ ഓണർക്ക് ആയിരിക്കാം. പക്ഷെ ഞാൻ ഇതിന്റെ ജഡ്ജസിനെയൊക്കെ ആദ്യമേ വില കൊടുത്ത് വാങ്ങിയതാണ്. ആരാണ് ജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പുറത്ത് ഇവന്റിന്റെ അവസാന മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തോമസ് ആര്യന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ആ അർജുൻ മിക്ക ജഡ്ജസിനെയും വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ അനുസരിച്ചോളാം. ആര്യൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഓ, അപ്പോ ഇതാണ് അവന്റെ കോൺഫിഡൻസിന് പിറകിൽ അല്ലേ? തൽക്കാലം ഒന്നും ചെയ്യണ്ട, നമുക്കൊന്ന് കാത്തിരിക്കാം. അതുവരെ അവൻ അവന്റെ ഇഷ്ടത്തിന് തുള്ളട്ടെ. അവൻ ജയിക്കുന്നത് സ്വപ്നം കണ്ട് നടക്കുന്നതിനിടയിൽ നമുക്കവനെ പൂട്ടാം. നിങ്ങൾ എന്തായാലും പോയി പരിപാടി തുടങ്ങാൻ നോക്ക്. തോമസിനെ പറഞ്ഞയച്ചതിന് ശേഷം ആര്യൻ ചില ഫോൺ കോളുകൾ ചെയ്തു. എന്നിട്ട് അവിടെ ചെയറിൽ കാൽ കയറ്റി വെച്ചിരുന്നു. എന്നിട്ട് സ്വയം പറഞ്ഞു, അർജുൻ, നിന്റെയും നിന്റെ കമ്പനിയുടെയും എല്ലാ അന്തസ്സും ഇന്നിവിടെ തകരുന്നത് ലോകം നോക്കിക്കാണും. നീ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാവും ഇവിടെ നടക്കുക. ആര്യൻ എന്താവും മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക? എന്താണ് അവന്റെ പ്ലാൻ? 26. ആര്യൻ വിശ്വനാഥനെ വിളിച്ച് അർജുന്റെ കമ്പനിയെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയിച്ചു. ജാൻവിക്ക് വ്യക്തമായൊന്നും മനസ്സിലായില്ലെങ്കിലും ആര്യൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന്